ജെ.ആർ.സി എവരിബഡി, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ഒക്ടോബർ ആൻഡ് മീ കാണാനിരിക്കുകയാണ് അല്ലേ? ഒക്ടോബർ ആൻഡ് മീ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയണം ഒക്ടോബർ ആൻഡ് മീ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, അവനവന് വേണ്ടിയിട്ടാണ് ഈ ഒക്ടോബർ ആൻഡ് മീ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വരും സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ആർ.എസ്.എമ്മിലൂടെ വലിയൊരു ഉന്നതികളിലേക്ക് എത്താൻ പറ്റുക, ഇതൊക്കെ നമുക്ക് പടിപടിയായിട്ട് മനസ്സിലാക്കാം ഈ ഒരു 1 അവറിനുള്ളിൽ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ക്ലോസിംഗ് ഡേ, നാളെ ഇപ്പൊ നമുക്ക് ബിസിനസ് ക്ലോസിംഗ് ഡേ ആണ്. അതിന്റെ തലേദിവസം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഞാൻ എൻ്റെ ഗ്രേറ്റ് ലീഡർ റൂബി ബിനു സാറിന് ഒരുപാട് നന്ദി പറയാണ്. ഒത്തിരി ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഒരുപാട് പേര് ഈ പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ആളുകൾ കയറും അല്ലെ? എനിവേ, കാരണം അത് ആർസിം കുടുംബാംഗങ്ങളുടെ ഒരു ശീലമാണ്. കാരണം വിദേശത്തു നിന്നൊക്കെ ആളുകളിലേക്ക് കയറുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് കയറുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും കേരളക്കാരും ഉണ്ട്. അപ്പോ എനിവേ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ജെ.ആർ.സി.എം. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ 17 വർഷക്കാലം. 2 വർഷം ഞാൻ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറ് പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ ലീവിന് വരുമ്പോഴാണ് ആർ.സി.എം എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ മഹാത്മ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 2007 ഞാൻ ആർമിയിൽ ഇരിക്കുന്ന സമയത്ത് ആർ.സി.എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആർ.സി.എം മനസ്സിലായത് 2016 2007 കണ്ടിട്ട് 2016 മനസ്സിലായത് അല്ലെ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന 500-ലധികം ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഗതികേട് വരരുത്. ഇന്ന് കണ്ട് ഇന്ന് മനസ്സിലാക്കണം. ഇനി നമ്മുടെ കയ്യിൽ സമയമില്ല, കാരണം ആർ.സി.എം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 9 വർഷം പിന്നിടുമ്പോ വളരെയധികം ആത്മാഭിമാനം തോന്നുന്നു. പട്ടാളത്തിൽ ചെയ്തതുപോലെ തന്നെ ഒരു സേവനമാണ് ഇന്ന് ആർ.സി.എമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടാളം ഒരു ദേശസേവനമായിരുന്നെങ്കിൽ ആർ.സി.എം അതിലും വലിയൊരു ദേശസേവനമായിട്ടാണ് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 17 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് എനിക്ക് ശമ്പളം വാങ്ങാനും ദേശസേവനം ചെയ്യാനും മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ 9 വർഷം ആർ.സി.എമ്മിൽ ഞാൻ ജീവിച്ചപ്പോൾ, എൻ്റെ ഫാമിലിയോടൊത്ത് ജീവിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു, തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സാധിച്ചു, ഒത്തിരി കുടുംബങ്ങളിലേക്ക് ആരോഗ്യം എത്തിക്കാൻ സാധിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് വലിയൊരു ദേശസേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പട്ടാളത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ആർ.സി.എമ്മിലൂടെ ഒത്തിരി ആൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണക്കാരനായിട്ട് മാറാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തെ പോലെ തന്നെ ഒരു ദേശസേവനമാണ് ആർ.സി.എം. അപ്പൊ നിങ്ങൾ ആരും പട്ടാളത്തിൽ പോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നമ്മൾ ആർ.സി.എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരു വലിയൊരു ദേശസേവനം തന്നെയാണ്. എത്ര പേര് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളിലൂടെ മറ്റുള്ള ആളുകൾക്ക് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഞാനും ഒരു തൊഴിൽ സംരംഭകയാവാൻ ആഗ്രഹിക്കുന്നു, തൊഴിൽ സംരംഭകനാവാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്, ഒത്തിരി ആളുകളുണ്ട്. സൂപ്പർ. എല്ലാവരും കൈ പൊക്കുന്നുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ആർ.സി.എമ്മിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമുക്ക് വിജയിക്കാൻ പറ്റുക മാത്രമല്ല ഒത്തിരി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും അല്ലെ? അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, നമ്മൾക്കൊന്നും കണക്ക് കൂട്ടൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ആർ.സി.എമ്മിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുക അല്ലെ? അത് ജനങ്ങൾക്ക് എത്തിക്കുക. അപ്പൊ അങ്ങനെ എത്തിച്ചുകൊണ്ടാണ് ഇന്ന് ആർ.സി.എമ്മിൽ സ്റ്റാർ എമറാൾഡ് അച്ചീവർ ആയിട്ടിരിക്കുന്നത്, കമ്പനിയുടെ റൈസിംഗ് കോർ ലീഡർ ആയിട്ടിരിക്കുന്നത്. ഇന്ന് 32ഓളം ടെക്നിക്കൽ അച്ചീവേഴ്സിനെ എൻ്റെ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ നിങ്ങൾക്കും സാധിക്കും. ഒരു പക്ഷെ ഇന്ന് പുതിയ ഒത്തിരി ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ടാവും. പുതിയ വ്യക്തികൾ ആർ.സി.എമ്മിനെ കുറിച്ച് ഒരു ABCD പോലും അറിയാത്ത ആളുകൾ പോലും ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. പേടിക്കൊന്നും വേണ്ട. ഒരു ദിവസം നമ്മളും അങ്ങനെ തന്നെയായിരുന്നു, ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. ആർ.സി.എമ്മിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നു, ഫിസിക്കൽ പ്രോഗ്രാമിൽ വന്നു. അതിനുശേഷമാണ് പടിപടിയായിട്ട്
ഓരോ വ്യക്തികളും ഉയർന്നു വന്നത് അല്ലെ. അപ്പോൾ ഒരു പ്രസന്റേഷനിലൂടെ ഞാൻ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. ആർസിയം കുടുംബത്തിലേക്ക് പുതിയവർക്കും നമ്മുടെ പഴയ ഫാമിലീസിനും എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ആർസിയം 25 വർഷത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. 25 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നും പല ആളുകൾക്കും ആർസിയം എന്ന മൂന്നക്ഷരം അറിയുന്നില്ല. 25 വർഷം എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനി ആയിട്ട് ഇന്ന് ആർസിയം മാറിക്കഴിഞ്ഞു. 75 സിറ്റികളെ കണക്ട് ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 16-ാം തീയതി നമ്മുടെ മഹാനായ MD TCG ഇതിൽ കാണുന്നുണ്ട്. TCGയും പ്രിയങ്കമ്മയുടെ ഇരിക്കുന്നുണ്ട്. TCയുടെ ബർത്ത്ഡേയുടെ അന്ന് ബിൽവാരയിൽ നിന്ന് ആരംഭിച്ച ഈ പ്രയാണം 75 നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് 100 ദിവസത്തെ യാത്ര 17,000 കിലോമീറ്റർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവസാനിച്ചിട്ടില്ല. അപ്പൊ ഈ രൂപാന്തര യാത്രയുടെ ഗ്രാൻഡ് ഫിനാലെ എവിടെയാണ്? നമുക്ക് ഡൽഹിയിലാണ്. 25,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമ്മേളനമായിട്ട് ഡിസംബർ 20-ാം തീയതി ഡൽഹിയിൽ ഗ്രാൻഡ് ഫിനാലെ രൂപാന്തര യാത്ര നമ്മൾ കൊണ്ടാടാൻ പോവുകയാണ്. ഇതിൽ എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ റാലിയിലും ഒക്കെ പങ്കെടുത്ത വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലെ. തൃശ്ശൂർ റൗണ്ടിൽ മാത്രം 1000-ലധികം ആളുകൾ തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ ആ റാലിയിൽ പങ്കെടുത്തു. കണ്ണൂരിലത്തെ ശക്തരായ ലീഡേഴ്സ് 1000 ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ റാലി ക്രോഡീകരിച്ചു. കൊച്ചിയിൽ നമ്മൾ റാലി ചെയ്തു. അത് നിങ്ങളെല്ലാം പങ്കെടുത്ത ആളുകളാണ് അല്ലെ. ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമില് ഒരു തരത്തിലുള്ള മോശം അനുഭവങ്ങളും അവിടെ അനുഭവപ്പെട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂർ ശക്തൻ റൗണ്ടില് പൂരപ്പറമ്പിന്റെ ചുറ്റും നമ്മൾ റാലി ചെയ്ത സമയത്ത് ഞങ്ങൾ നയിച്ചുകൊണ്ട് ഫ്രണ്ടിൽ പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. പോലീസുകാരൊക്കെ വിചാരിച്ചത് എന്തെങ്കിലും റാലിയൊക്കെ നടക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ഉന്തും തള്ളും തൂത്തും മേമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ശരിയല്ലേ? പക്ഷെ അവര് പറഞ്ഞൊരു കാര്യം, ഇത്രയും ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു റാലി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂർ റൗണ്ടിൽ പോവാൻ നേരത്തെ ഒരു പോലീസുകാരൻ എനിക്ക് നമ്പർ അടക്കം തന്നു, കുന്നംകുളത്തെ എവിടെയാണ് ആർസിഎമ്മിന്റെ ഷോപ്പ്. കാരണം ഇത്രയും ഡിസിപ്ലിനുള്ള ജനങ്ങളെ അവർ കണ്ടിട്ടില്ല. അത് നമുക്ക് അഭിമാനിക്കാം, ഓരോ വ്യക്തികൾക്ക് അഭിമാനിക്കാം. നമ്മളെല്ലാവരും ആർസിഎം കുടുംബത്തിലാണ്. അപ്പൊ 25 വർഷം എത്തി നിൽക്കുമ്പോ നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ, എത്തിക്കൽ കമ്പനിയിലാണ്, എത്തിക്സോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പറയുന്നത് ഇന്ന് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ആർസിഎം കൊടുത്തു കഴിഞ്ഞു. ആലോചിച്ച് നോക്ക്, ഇന്ന് സർക്കാരിന് പോലും തൊഴിലവസരങ്ങൾ കൊടുക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞു ആർസിഎം. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ആർസിഎമ്മിലൂടെ ഇന്ന് അടുപ്പിൽ തീ പുകയുന്ന ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൊഫഷണലായിട്ട് ആർസിഎമ്മിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. 25 വർഷം കൊണ്ടുണ്ടായ വളർച്ച ഇനി വരുന്ന 5 വർഷം കൊണ്ട് നടക്കുമെന്നാണ് നമ്മുടെ മഹാനായ MDയുടെ മകൻ സൗരഭ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം മൂർത്തി സാർ എന്ന് പറയുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറിന് എമറാൾഡിലേക്ക് എത്താൻ 10 വർഷം പിടിച്ചു. കാരണം 2005 വന്ന അദ്ദേഹം 2015 എമറാൾഡ് ആയത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആർസിഎമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് കേരളത്തിൽ ഷോപ്പുകളില്ല, പ്രൊഡക്റ്റ് ഇല്ല, വരുമാനം മേടിച്ച ആളുകളില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അതില്ല. പക്ഷെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മൂർത്തി സാറിനും സുജിത് സാറിനെയും ഗോപകുമാർ സാറിനൊക്കെ ഒരു വിഷൻ. വരാൻ പോകുന്ന സമയത്ത് അതിന് മുന്നേ അവർ മനസ്സിലാക്കി. നമ്മൾ പറയാറില്ലേ, ആനെ വാല കൽക്കോ ഉസ്സെ പഹലെ ജോ ആദ്മി പഹചാൻതാ ഹെ ഉസ്കോ ആർസിഎം സമയ കാ സിക്കന്ദർ ബോൾത്തെ എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന സമയത്ത് അതിന് മുന്നേ മനസ്സിലാക്കുന്ന വ്യക്തിയെ സമയത്തിന്റെ രാജാവ് എന്ന് പറയുന്നു. വരാൻ പോകുന്ന സമയത്ത് ആ സമയം വന്നതിന് ശേഷം മനസ്സിലാക്കാവുന്ന ആള് സമയത്തിന് അടിമയാണ്. അപ്പൊ അവരിത് മനസ്സിലാക്കി ഒരു 10 വർഷം കഴിഞ്ഞാൽ ആർസിഎമ്മിലൂടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് 10 വർഷം മുന്നേ
നമ്മുടെ ഈ ലീഡേഴ്സിന് മനസ്സിലാക്കിയപ്പോൾ അവര് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് റോഡ് വെട്ടിത്തെളിച്ച് കഠിനാധ്വാനം ചെയ്ത് നമുക്ക് വേണ്ടി റോഡുകൾ ഉണ്ടാക്കി. 10 വർഷം കൊണ്ടാണ് മൂർത്തി സാറ് എമറാൾഡ് അച്ചീവർ ആയത്. 1,00,000 വരുമാനത്തിലേക്ക് എത്താൻ 10 വർഷം പിടിച്ചു. പക്ഷെ സുഹൃത്തുക്കളെ, രസകരമായൊരു കാര്യം, ആർസിഎം ചൈനീസ് ബാമ്പു പോലെയാണെന്ന് പറയുന്നത്. 2015 മൂർത്തി സാറ് എമറാൾഡ്, 2016 സ്റ്റാർ എമറാൾഡ്, 2018 റൂബി, 2020 സ്റ്റാർ റൂബി, 2021 സഫയർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതാണ് ആർസിഎമ്മിന്റെ ഗ്രോത്ത്. കാരണം ഒരു പ്രാവശ്യം സിസ്റ്റം ഡെവലപ്പ് ആയപ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? കാരണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ്. ഇന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ആർസിഎമ്മിൽ എമറാൾഡ് ആവാനായിട്ട് 3 വർഷം മതി. കാരണം ആ വ്യക്തിയുടെ മഹാത്മ്യം കൊണ്ടല്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒരു ഹൈവേ റോഡ് നമുക്ക് തയ്യാറാക്കി തന്നു. ആ ഹൈവേ റോഡിൽ വണ്ടി ഓടിച്ചാൽ മാത്രം മതി. ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചൊരു വ്യക്തിയാണ്. എന്റെ കഴിവല്ല ഞാൻ 31 മാസം കൊണ്ട് എമറാൾഡ് ആയത്. എന്റെ ലീഡേഴ്സ് വെട്ടി തന്ന ഹൈവേ റോഡിലൂടെ എന്റെ വണ്ടിയെ ഞാൻ ഓടിച്ചു. ഇവിടെ ആദ്യമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയോട് പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആർസിഎം എന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കി, ആർസിഎമ്മിന്റെ സിസ്റ്റം മനസ്സിലാക്കി, ഒരു 3 വർഷം സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ നിന്നാൽ ആ 3 വർഷത്തിന് മുന്നേ നിങ്ങൾക്ക് എമറാൾഡിലേക്ക് എത്താൻ സാധിക്കും. 1,00,000-ൽ മേലെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ 25 വർഷം എത്തി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ഇനി ആർസിഎം ദ്രുതഗതിയിൽ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അന്ന് നടന്ന കൊച്ചിയിൽ നടന്ന നമ്മളുടെ ായിട്ട് കാണിക്കുന്നില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇത് കാണിച്ചത് ഒരു പക്ഷേ രൂപാന്തര യാത്ര കൊച്ചിയിൽ നിന്ന് നടന്നത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം 6000-ലധികം ആളുകൾ കൊച്ചിൻ സിയാൽ കൺവെൻഷൻ സെന്ററിൽ പങ്കെടുത്തു. എല്ലാവരും ഒരു ഡ്രസ് കോഡ് അല്ലെ, നമ്മുടെ രൂപാന്തര യാത്ര ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, അത്ര മാന്യമായൊരു ഡ്രസ്സാണ്. അവിടെ വന്ന അതിഥികൾ പോലും ആ ബ്ലഡ് ഡൊണേഷന് നമുക്ക് ഏകദേശം 4 ബ്ലഡ് ബാങ്കിൽ നിന്ന് ആളുകളെ അറേഞ്ച് ചെയ്ത് തന്ന ഡോക്ടർ വിജയകുമാർ സാർ അടക്കം പറഞ്ഞു, ഇത്ര മഹത്വമുള്ളതാണ് ആർസിഎം എന്ന് എനിക്കറിയില്ലായിരുന്നു. അവര് വിചാരിച്ച ഏതൊരു ക്യാമ്പ്. 160ഓളം പേര് അവിടെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തപ്പോ അതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം നമ്മുടെ സ്ത്രീജനങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ് ബ്ലഡ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും ബ്ലഡ് ഡൊണേഷൻ വരുമ്പോ സ്ത്രീകൾ ബ്ലഡ് കൊടുക്കാറുണ്ടോ? ഇല്ല. കാരണം ഇത് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ മഹത്വമാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രസന്റേഷൻ കാണിച്ചിട്ടുണ്ട്. 2030 വരുമ്പോഴേക്കും എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ജനങ്ങള് ജോലിയുടെ പിന്നാലെ ഓടുമ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ആർസിഎമ്മിനെ അവർ മനസ്സിലാക്കുന്നില്ല. 2016 ഗൈഡ് ലൈൻ വന്നു. 2025 ഫെബ്രുവരി 19 കേരളത്തില് അതിനൊരു മാർഗരേഖ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പോലും ഇന്നും ശരിയായിട്ടുള്ള രീതിയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷണൽ രീതിയിൽ വരാനായിട്ട് ഇപ്പോൾ ആളുകൾ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്ന് നോക്കി. ഇന്ന് ആരാണോ ആർസിഎമ്മിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ആരാണോ മുന്നോട്ട് പോകുന്നത്, അവർക്കൊക്കെ 2030 ആകുമ്പോഴേക്കും അവരുടെ ലൈഫ് ഏറ്റവും സുന്ദരമായിട്ട് മാറും. കാരണം പഠിച്ചിറങ്ങുന്ന പിള്ളേര് മറ്റൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടന്റ് കൊടുക്കുകയും അതിൽ നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ഏതാണെന്ന് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ആർസിഎം ആണെന്ന് മനസ്സിലാക്കുകയും പിന്നെ പറഞ്ഞ പോലെ ആർസിഎമ്മിന്റെ ശരിയായ സുവർണ കാലഘട്ടം വരികയാണ്.
ആ സുവർണ കാലഘട്ടം വരുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു റൂബിക്ക് മേലെ ആയിരിക്കണം. അതെനിക്ക് പറയാനുള്ളൂ. എങ്കിലാണ് അവരൊക്കെ നിങ്ങളുടെ ടീമിലേക്ക് വരുള്ളൂ. തയ്യാറാണോ എല്ലാവരും? അശോക് സാറും നമ്മുടെ ചന്ദ്രൻ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ജിനീഷ് സാറുണ്ട്. ഞാൻ കാണാത്ത ഒരുപാട് പുതിയ വ്യക്തികളുടെ മുഖങ്ങൾ കാണുന്നുണ്ട്. വെരി ഗുഡ്. ഒത്തിരി പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. സൂപ്പർ. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റില്ല. എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് കൊടുക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 2030 ആകുമ്പോഴേക്കും, ഇന്ന് ജോലിക്കാണ് ആളുകൾ ഓടുന്നത് അല്ലെ, പക്ഷെ 2030 ആകുമ്പോഴേക്കും ഏതാണ് നല്ല ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനി, ഏതാണ് നല്ല ലീഡേഴ്സ് എന്ന് നോക്കി ആളുകൾ ചേക്കേറും ഡയറക്ട് മാർക്കറ്റിംഗ്. ഒരു സംശയമില്ല. കാരണം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ തയ്യാറാവണം. അന്ന് തയ്യാറായപ്പോ വരാം. ഞങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ടീം, ഡോക്ടർ രാജൻ സാറിന്റെ ടീം. ഇത് 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ നോക്കി പ്രായഭേദമന്യേ എല്ലാവരും എന്താണ്, എല്ലാവരും തയ്യാറാണ്. ഇതേപോലെ നിങ്ങളും തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. ഇവർ താമസിച്ച് പഠിക്കുകയാണ്. 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരും കാണുന്നത്. ഇതേപോലെ നിങ്ങളും പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കണം. എവിടെയാണോ നിങ്ങളുടെ ലീഡേഴ്സ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അവര് നിങ്ങളോട് പറയാൻ ഇടവരരുത്. നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കണം, സാറ് എവിടെയാണ് റെസിഡൻഷ്യൽ ട്രെയിനിങ്, എവിടെയാണ് പ്രോഗ്രാം, എനിക്ക് പഠിക്കണം, എനിക്ക് വരണം, എനിക്ക് എന്റെ ടീമിനെ കൊണ്ടുവരണം. ഏകദേശം 150ഓളം പേര് പങ്കെടുത്ത ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് 2 ദിവസത്തെ. ഒന്ന് ആലോചിക്കുക, അവരെ എക്സൈറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ 18 വയസ്സ് മുതൽ 75-80 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അവരെ എക്സൈറ്റ്മെന്റ് നമ്മൾ കാണും. തയ്യാറായി കഴിഞ്ഞു, സേന തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? ആർ യു റെഡി ടു ലേൺ? എത്ര പേര് റെഡിയാണ്? യെസ് സാർ. എവിടെ ട്രെയിനിങ് ഉണ്ടെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും. റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിക്കോട്ടെ, സെമിനാർ ആയിക്കോട്ടെ, കമ്പനി വിസിറ്റ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ സ്കില്ല് കൂട്ടണം. ദാറ്റ്സ് ഓൾ. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. വെരി ഗുഡ്. ഒത്തിരി ആളുകൾ കൈ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ റെഡി ആവുക, നമുക്ക് ആർസിബിൽ എല്ലാം കിട്ടും. ഓക്കെ, ഇവെല്ലാവരും കൈ ഞാൻ താത്താൻ പോണേ. നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്കെല്ലാം കിട്ടും. യു വിൽ ഗെറ്റ് എവറിത്തിങ് ത്രൂ RCM. പൈസക്ക് പൈസ, ആരോഗ്യത്തിന് ആരോഗ്യം, നല്ല ബന്ധങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് എന്റെ വീട്ടുകാരുണ്ട്? എന്റെ വീട്ടുകാരൊന്നും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, ശരിയല്ലേ? പക്ഷെ RCM ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബം പോലെ. എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. ഇതേമാതിരി സ്നേഹം RCMലല്ലാതെ എവിടെ കിട്ടും? RCM എന്തൊക്കെ തരും? മണി, ലൈവ്, ഹെൽത്തി ആൻഡ് ഹാവ് എ ബ്ലിസ്ഫുൾ ലൈഫ്. ഇതെല്ലാം RCM തരും. ഇതിനു വേണ്ടി നമ്മൾ RCMലേക്ക് വരുന്നത്, അല്ലാതെ കുറച്ച് ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല. ഞാൻ 9 വർഷമായിട്ട് മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ഉപയോഗിക്കാത്ത RCM ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ന് 100% RCMന്റെ ഉപഭോക്താവാണ്. പല ആളുകളും പറയും, സാറേ ഞാൻ RCMലുണ്ട്. നമ്മൾ RCMൽ ഉണ്ടായിട്ട് കാര്യമില്ല. RCMലേക്ക് വരാൻ മാർക്കറ്റിൽ നിന്ന് എന്താ പറയാ, വിഷമയമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പകരം കുറച്ച് ഉൽപ്പന്നം വാങ്ങിച്ചാൽ നമ്മൾ RCMലായി. നമ്മൾ RCMൽ ഉണ്ടായിട്ട് കാര്യമില്ല. RCMൽ സക്സസ് ആവണമെങ്കിൽ നമ്മുടെ ചങ്കിൽ RCM ഉണ്ടാവണം, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ RCM ഉണ്ടാവണം. RCMലേക്ക് ആർക്കും കടന്നു വരാം, പക്ഷെ നമ്മുടെ ഉള്ളില് RCM ഉണ്ടോ? ഇത് നിങ്ങൾ ഓരോരുത്തരും നോക്കുക. RCMന്റെ നന്മ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? വെറും ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ RCM ഏറ്റെടുത്തിരിക്കുന്നത്? ലോങ് വിഷനോട് കൂടിയിട്ടാണോ നമ്മൾ RCM ഏറ്റെടുത്തിരിക്കുക? അതോ ഇന്നൊന്ന് നാളെ ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഡോക്ടർ രാജൻ സാറ് പറയാറുള്ളത് പോലെ 1 വെച്ച 2, 2 വെച്ച 4, 4 വെച്ച 8, 8 വെച്ച 16, പിന്നെ കമ്പനി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ശരിയല്ലേ? അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല. 25 വർഷമായിട്ട് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള 15,000-ലധികം RCM ഔട്ട്ലെറ്റുകളുള്ള, 30-ലധികം വണ്ടർ വേൾഡ് പ്രൈമുകളുള്ള, 50-ലധികം വണ്ടർ വേൾഡുകളുള്ള, 200-ലധികം ഡിപ്പോകളുള്ള, 9,000-ലധികം നിത്യോപയോഗ സാധനങ്ങളുള്ള, 5 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത ഏറ്റവും മഹത്തായ പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ലോങ് വിഷനോട് കൂടിയിട്ട് വേണം RCM ചെയ്യാനായിട്ട്. ഇതെല്ലാം നമുക്ക് RCMൽ കിട്ടും. ഇന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വന്നോണ്ട ഒരാളായിക്കോട്ടെ, RCMൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കാലും കൂടുതൽ
നമുക്ക് ഉയരങ്ങൾക്ക് എത്താൻ ആർസിഎമ്മിൽ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഒക്കെ ആർസിഎമ്മിലേക്ക് ചേക്കേറുന്നത്, പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും. അപ്പൊ ഇതെല്ലാം ആർസിഎമ്മിലൂടെ നമുക്ക് കിട്ടും. പുതിയ വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം നമുക്ക് ആർസിഎമ്മിൽ കിട്ടും. പക്ഷേ ക്ഷമ വേണം, നിരന്തരത വേണം. ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റോടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ആർസിഎമ്മിലുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ആർസിഎം പ്രൊഡക്ട്സ്. ഇന്ന് ഞാൻ കാലത്ത് ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോ ഉപയോഗിച്ച പേസ്റ്റും ബ്രഷും മുതല് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ടും കോട്ടും പാന്റും എല്ലാം വരെ, എന്റെ വീട്ടിലെ ബെഡ്ഷീറ്റ് വരെ ആർസിഎം ആണ്. ചവിട്ടി, ഇന്നലെ ജിഷ മാഡത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ജിഷ മാഡം പറഞ്ഞു എന്റെ വീട്ടിലേക്കൊന്ന് നിങ്ങളെ കൊണ്ടുപോവാം. എന്താണ്, വീട്ടിൽ കയറുമ്പോ തന്നെ ഫുള്ള് ആർസിഎമ്മിന്റെ ലോഗോ കാര്യങ്ങള്, കയറുമ്പോ ചവിട്ടി ആർസിഎം, കാല് തുടയ്ക്കുന്നത്, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ആർസിഎം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന മല്ലി, മുളക്, മഞ്ഞൾ എല്ലാം ആർസിഎം. ഞാൻ പറയുന്നു, തുടക്കത്തിൽ വരുന്ന ആളുകള് പലരും പറയും, അയ്യോ എന്റെ വീട്ടിൽ മല്ലിയുണ്ട്, മുളകുണ്ട്, വാങ്ങിച്ചതിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ടല്ലേ ഉള്ളൂ, ആരോഗ്യം തന്നോ? ഇപ്പൊ തുടക്കത്തിൽ വരുന്ന ആളുകൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് മല്ലി, മുളക്, മഞ്ഞള്, ഉപ്പ്, ആട്ട, ഓയില്, മസാലകള്. ഞാൻ പറയുന്നത് തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഉണ്ടാവാം, പക്ഷെ അതിന് പകരം അതൊന്ന് മാറ്റിവെക്കും. അത് മാറ്റിവെച്ച് നമ്മുടെ മല്ലി, മുളകും, മഞ്ഞളും, ഉപ്പും, സോപ്പൊക്കെ ഉപയോഗിക്കും. ഇതാണ് ഫസ്റ്റ് ഒരു ശീലം വരേണ്ടത്. കാരണം തുടക്കത്തിൽ ഒരു വ്യക്തി ഒരു ബിസിനസ് ചെയ്യാനോ ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അല്ല വരുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു, സഹോദരി, സഹോദരൻ നിർബന്ധിച്ചോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെ വരുന്നതല്ല. എന്റെ ചേച്ചി എന്നോട്, എനിക്ക് വിദേശത്ത് നിന്ന് വന്നപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ആ കൊളസ്ട്രോൾ മാറാനാണ് റൈസ് പാൻ ഓയിൽ പരിചയപ്പെടുത്തുക, അല്ലാതെ ആർസിഎം ചെയ്യാനല്ല, ആർസിഎമ്മിൽ ഒരു ബിസിനസ്മാൻ ആവാനല്ല. എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ പെങ്ങളെ എന്നെ പരിചയപ്പെടുത്തിയത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ അതിനെ വേണ്ടെന്നാണ് പറഞ്ഞത്, കാരണം എനിക്കറിയില്ല ഇതിൽ ഒരു അവസരം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പുതിയ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരിയോ സഹോദരനോ അയൽക്കാരോ ഫ്രണ്ടോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആർസിഎമ്മിലേക്ക് വന്നത്. സത്യത്തിൽ അവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ വിളിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇത് നമ്മൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കുന്ന സ്ഥലങ്ങളിൽ പോയി അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, അയ്യോ വൈകിപ്പോയി, കുറച്ചും കൂടി മുന്നേ വരേണ്ടതായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് ദ ഷോപ്പ്, ചേഞ്ച് ദ ബ്രാൻഡ്. കടയൊന്ന് മാറാം, ബ്രാൻഡ് ഒന്ന് മാറാം. ഞാൻ ഇത്ര ചെയ്തോളൂ, മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ആർസിഎം ഷോപ്പിൽ നിന്ന് വാങ്ങി, ദാറ്റ്സ് ഓൾ. 9 വർഷമായിട്ട് മിലിറ്ററി ക്യാൻറ്റീൻ്റെ പടിക്ക വിട്ടിട്ടില്ല, കുപ്പി മേടിക്കാൻ പോലും പോയിട്ടില്ല, സത്യമായിട്ടും. കാരണം എന്താണ്? ആർസിഎമ്മിന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് ഡി അഡിഷൻ. അത്ര ഇത്രയും നല്ല ലക്ഷ്യങ്ങളുള്ള ഏത് കമ്പനിയാ ഉള്ളത്? സാധാരണ ബിസിനസ്സുകാരെന്താ പറയാ, എടാ നമുക്ക് കാശ് ഉണ്ടാകുമ്പോൾ ബാറിൽ പോയിട്ട് അടിച്ചു പൊളിക്കണം, ശരിയല്ലേ? ആർസിഎം എന്താ പറയുന്നത്? ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു വ്യക്തിയായിട്ട് മാറൂ. മണി ഈസ് ദ ബൈ പ്രൊഡക്റ്റ്, പൈസ ബൈ പ്രൊഡക്റ്റാ. പക്ഷെ നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറും, കുറെ ആളുകളെ വിജയിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും, കുറെ ആൾക്ക് ആരോഗ്യം കൊടുക്കും, നമ്മുടെ നാടിനെ നമുക്ക് നമ്പർ 1 ആക്കണം, ബിൽഡ് എ ന്യൂ ഇന്ത്യ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയാ, ഒരു ആയുധമാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം. അത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഹരിത സഞ്ജീവനി ആയിക്കോട്ടെ. ഞാൻ മിനിഞ്ഞാന്നാണ് എൻ്റെ തെങ്ങുകൾക്ക് ഞാൻ ഹരിത സഞ്ജീവനി കൊടുത്തത്. അതിന്റെ ഒരാഴ്ച മുന്നേ ജാതി തൈക്ക് ഹരിത സഞ്ജീവനി കൊടുത്തു. എത്ര പേര് ഹരിത സഞ്ജീവനി ഉപയോഗിക്കുന്നുണ്ട്? ജൈവവളം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? യെസ് സർ, ഞാനും ഹരിത സഞ്ജീവനി അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുതിയ ആളുകളുണ്ടെങ്കിൽ നോക്കട്ടെ. വിഷരഹിതമായ പച്ചക്കറിയിലൂടെ രോഗവിമുക്തമായ ഭാരതം, അതാണ് നമ്മുടെ ലക്ഷ്യം, ശരിയല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹരിത സഞ്ജീവനി എന്നൊരു ബ്രാൻഡ്, വെരി ഗുഡ്, ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ. അപ്പൊ ഇത് ആർക്കാ വേണ്ടത്? വിഷരഹിതമായ പച്ചക്കറി ആർക്കാ വേണ്ടത്? പണക്കാരനായാലും പാമരനായാലും ഭക്ഷണം നമ്മൾ കഴിക്കണ്ടേ? രവീന്ദ്ര ശിരോഡ സാബു വന്നപ്പോ പറഞ്ഞു, ഒരു സാധാരണക്കാരനും പച്ചക്കറിയും ചോറും അരിയൊക്കെ തന്നെ, ചപ്പാത്തിയൊക്കെ തന്നെ കഴിക്കുന്നത് അല്ലേ? അംബാനിയോ? അംബാനി അത് തന്നെയല്ലേ കഴിക്കണം. അല്ലാതെ അംബാനി കാലത്ത് ഡയമണ്ട് പുഴുങ്ങി തിന്നുന്നു,
ഉച്ചയ്ക്ക് ജ്യൂസ് ഷെയ്ക്ക് അടിക്കുന്നത് നോട്ടിന്റെ ഷെയ്ക്കാണ് അടിച്ച് അങ്ങനെയല്ലല്ലോ. അദ്ദേഹവും വെണ്ടക്കായും പച്ചക്കറിയൊക്കെ തന്നെ കഴിക്കുന്നത്, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താവണം? മണ്ണ് നന്നാവണം. ശരിയല്ലേ? അപ്പൊ ഹരിത സഞ്ജീവനി എനിക്കിവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ എന്റെ ഗ്രേറ്റ് ലീഡറാണ് ബിനു സാറ്. ബിനു സാറ് ഞങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് കുഴപ്പമുണ്ടോ ബിനു സാറ്? ഞങ്ങളുടെ ടീമിന് വേണ്ടി തന്നിട്ടുണ്ട്. 25,000 പർച്ചേസ് വോളിയം സെൽഫ് ഐഡിയിൽ ഹരിത സഞ്ജീവനി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ 4 മാസമായിട്ടാ, 4 മാസം കൊണ്ട് 25,000 പർച്ചേസ് വോളിയം ഹരിത സഞ്ജീവനി സ്വന്തം ഐഡിയിൽ ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങളുടെ ലീഡർ ഒരു ഓഫർ തന്നിട്ടുണ്ട്. നാസിക്കില് ഹരിത സഞ്ജീവനിയുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. 1 ഡേ ഹോൾട്ട്, 1 ഡേ സ്റ്റേ. അത് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ബിനു സാറിന്റെ ഒരു എന്താ പറയാ നല്ല മനസ്സാണത്. ഒത്തിരി ആളുകൾ ചെയ്തു. ഇന്നും നാളെയായിട്ട് കുറെ ആളുകൾ ചെയ്യും. അപ്പൊ 25,000 പർച്ചേസുകളും ചെയ്താൽ ഒരാൾക്ക് നാസിക്കിൽ ഹരിത സഞ്ജീവനി ഫാക്ടറി വിസിറ്റ് ചെയ്യാം. എല്ലാവർക്കും ഇല്ല കേട്ടോ, ഇത് കോമൺ കേരളത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണം. 25,000 പർച്ചേസ് വോളിയം ചെയ്യുന്ന ഒരാൾക്ക് പങ്കെടുക്കാം. 40,000 പർച്ചേസ് വോളിയം സെൽഫ് ഐഡിയിൽ ചെയ്യുന്ന ഒരാൾക്ക് 2 ആൾക്ക് പങ്കെടുക്കാം. എന്തായാലും ഇടുക്കിയിലും പല സ്ഥലങ്ങളിലും എന്റെ ടീമിൽ നിന്ന് ഹരിത സഞ്ജീവനി ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇന്ന് നാളെയായിട്ട് ഒത്തിരി ആളുകൾ ചെയ്യും. കുറെ പണെടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? ഹരിത സഞ്ജീവനി ഉപയോഗിച്ച ആൾക്കൊക്കെ എന്താ പറയാ ഭയങ്കരമായ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ ദിവസം എന്താ പറയാ നെൽകൃഷിക്ക് കൊടുത്തിട്ട് അവിടുത്തെ കൃഷി ഓഫീസറും എല്ലാവരും വന്നിട്ടാണ് അവിടെ വിളവെടുപ്പ് മഹോത്സവം ഉണ്ടായിരുന്നത്. പറയുന്നത് 2,500 കിലോ നെല്ല് കിട്ടേണ്ടടുത്ത് ഹരിത സഞ്ജീവനി അപ്ലൈ ചെയ്തപ്പോൾ 3,500 കിലോ ഒരു ഏക്കറിൽ നിന്ന് നെല്ല് കിട്ടി. നിങ്ങൾ പല വ്യക്തികളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഹരിത സഞ്ജീവനി അത്രയും റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റാ ഓർഗാനിക് ഫാമിംഗ്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ ജാതി തൈകൾക്ക് 7 ജാതി തൈകളുള്ളൂ, 7 ജാതി മരങ്ങൾ. ഞാൻ ശാസ്ത്രീയമായിട്ടൊന്നും അല്ല കൊടുത്തു, സമയമില്ലല്ലോ, ലീഡർമാരല്ലേ, ഓടി കിടക്കല്ലേ. ഞാൻ പോയിട്ട് കലക്കി ഒഴിച്ചു കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 1-2 പ്രാവശ്യം കൊണ്ട് കലക്കി ഒഴിച്ചു ഹരിത സഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യല്. റിസൾട്ട് എന്താന്ന് വെച്ചാല് എന്റെ ജാതി തൈമ ഇഷ്ടം പോലെ ജാതിക്കായ ഉണ്ടായി. പക്ഷെ അതിനടുത്തുള്ള ജാതിമയൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു നോക്കെ, ഈ ഗിരീഷ് എന്താട്ടത് സംഭവം? അപ്പോ എനിക്ക് അത് ജാതിക്കായ പറക്കാൻ പോകാനൊന്നും സമയമില്ല. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു ഒരു ചേച്ചിയെ ഏൽപ്പിച്ചത്. ആ ചേച്ചി പറഞ്ഞു, ആ ഗിരീഷ് എന്തോ സംഭവം കൊണ്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞത് എനിക്കും എന്റെ ജാതി തൈകൾക്ക് ഇടാനായിട്ട് അത് വേണം, എന്താണെന്നറിയില്ല. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകൾ അത് ചോദിക്കും. അപ്പൊ ഞാനിവിടെ എന്റെ പറമ്പില് ഞാൻ റംബൂട്ടാന്റെ തൈകൾ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തെങ്ങുണ്ട്. ഇതിനൊക്കെ ഇടുന്ന കണ്ടപ്പോ എന്റെ പെങ്ങള് ചോദിച്ചു, ഗിരീഷെ ഇതെനിക്ക് വാഴയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? യെസ്, ഞാൻ വാങ്ങിക്കൊണ്ടു കൊടുത്തു, കാശും മേടിച്ചു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് 100ഓളം വാഴകൾക്ക് ചേച്ചി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹരിത സഞ്ജീവനി എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഏത് തരം വിളകൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും വേണം, പക്ഷെ അവർക്ക് അറിയില്ല ഇത് എന്താന്നുള്ളത്. നമ്മൾ എത്തിച്ചാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു 9,000-ലധികം പ്രൊഡക്റ്റാ. പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമുക്കറിയാം, പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ഹെയർ റിവൈവൽ കിറ്റ് അല്ലെ. അതിന് 20% ഷോപ്പുകാർക്കുള്ള ബെനിഫിറ്റ്. സാധാരണ ഷോപ്പുകാരുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 10%. എത്ര ഷോപ്പുകാർക്ക് അറിയാം? ഇത് പല ഷോപ്പുകാർക്ക് അറിയില്ല. 20% നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് ഷോപ്പുകാർക്ക്. ഇപ്പൊ പല ഷോപ്പുകാർ ഇപ്പോഴാണ് എനിക്കിത് കേൾക്കുന്നത്, അല്ലെ ബിനു സാറ്? 20% ബെനിഫിറ്റ് ആണ് ഹെയർ റിവൈവൽ കിറ്റിന്. എന്തുകൊണ്ടാണത് പറയുന്നത്? തലയിൽ മുടിയില്ലാത്ത ഒരാൾക്ക് പോലും ഹെയർ റിവൈവൽ കിറ്റ്. ഓക്കെ, തലയിൽ മുടിയില്ലാത്ത ഒരാൾക്ക് പോലും തലയിൽ മുടി വരുന്നവന് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണത്. വളരെ റീസണബിൾ റേറ്റാ. അത് റീറ്റെയിലിംഗ് ചെയ്യുന്ന ആൾക്കും ബെനിഫിറ്റ് കൂടുതലാണ്, അത് സെയിൽ ചെയ്യുന്ന ഷോപ്പുകാർക്കും ബെനിഫിറ്റ് ആണ്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്കും ബെനിഫിറ്റ് ആണ്. പുതിയ ഏറ്റവും ന്യൂ പ്രൊഡക്റ്റ് നമ്മുടെ. യെസ്, ഐ ഡോണ്ട് നോ, അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലാക്കണം. ഇനി എന്താണ്? നാളെ തന്നെ കുറെ റിവൈവൽ കിറ്റ് കിട്ടാണ്ടോന്ന് എനിക്കറിയില്ല. വരുന്നതൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടർ വേൾഡ് പ്രൈം എറണാകുളം, നമുക്കറിയാം
ഇത് ഉപയോഗിച്ച ആളുകൾക്ക് അതിന്റെ സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ല. സ്ലൈഡ് അത് തന്നെയാണ് കേട്ടാ. ആ അപ്പോ നമ്മളത് ഉപയോഗിക്കുക, ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഇനി നമ്മുടെ ടീമിൽ വന്ന ആളുകളോട് ഈ ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം പർച്ചേസ് ചെയ്തുള്ള ബെനിഫിറ്റ് ഒന്ന് നോക്കിയേ. മാർക്കറ്റിൽ ഒരു 6 മാസത്തെ ബെനിഫിറ്റ് എന്താണ്? ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ കൂടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം. ഒരു പക്ഷെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവരിത് കാണിച്ചു കൊടുക്കണം, നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കണം. ഒക്ടോബർ മാസത്തിൽ 6000 രൂപയ്ക്ക് എന്തായാലും നമുക്ക് ഒരു 6000 രൂപയുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ നിന്ന് മേടിക്കണം. RCM എന്നാണെങ്കിൽ 5000 വരെ ഉള്ളൂ, ഡിസ്കൗണ്ട് കാർഡ് 4000 വരെ ഉള്ളൂ, 2500 PV. ഒക്ടോബറിൽ സെയിം നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം, എല്ലാം ചെയ്യണം. വീണ്ടും നമ്മൾ ഉൽപ്പന്നം വാങ്ങിച്ചു മാർക്കറ്റിൽ നിന്ന്. അതിന് പകരം RCM നിന്ന് മേടിക്കുമ്പോൾ ഒരു 5000, ഡിസ്കൗണ്ട് പ്രൈസ് 4000. ഇങ്ങനെ നമ്മൾ 6 മാസം പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം 36,000 രൂപയുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ നിന്ന് കിട്ടേണ്ടത് RCM-ലാകുമ്പോൾ നമുക്ക് 30,000 രൂപ വരുന്നുള്ളൂ. 6,000 രൂപ ബെനിഫിറ്റ് ഉണ്ട്. ഇനി നിങ്ങൾ ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ, പുതിയ ആരെങ്കിലും ഇവിടെ ഇരിക്കണമെങ്കിൽ നോക്കാം, നിങ്ങൾ ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ 24,000 രൂപയ്ക്ക് കിട്ടും. 6,000 രൂപ വീണ്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 6ഉം 6ഉം 12,000 രൂപ ബെനിഫിറ്റ് 6 മാസം കൊണ്ട്. എന്തുകൊണ്ട്? എന്താ ചെയ്തേ? മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം മൂലൻസ് ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, ലുലുമാൾ ആയിക്കോട്ടെ, ഡിമാർട്ട് ആയിക്കോട്ടെ, ശരവണ ആയിക്കോട്ടെ, മാർക്കറ്റിലുള്ള ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള ഏത് ഷോപ്പിൽ നിന്നും മേടിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗസാധനങ്ങൾ, മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, സോപ്പ്, ആട്ട, ഓയിൽ തുടങ്ങി നിത്യോപയോഗസാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് പകരം RCM-ൽ നിന്ന് വാങ്ങുമ്പോൾ 12,000 രൂപ ബെനിഫിറ്റ് കിട്ടാൻ 6 മാസം കൊണ്ട്. നിസ്സാര സംഭവമല്ല. ഈ 6 മാസം നിങ്ങൾ തുടർച്ചയായിട്ട് RCM ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും അസുഖങ്ങൾ പടിയിറങ്ങി ഓടും. ഇതെന്റെ ഗ്യാരണ്ടിയാണ്. അത്രയും ആരോഗ്യദായകമായ, ശരീരത്തിന് ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമുക്ക് RCM-ലൂടെ കിട്ടുന്നത്. അപ്പൊ ആരോഗ്യ ലാഭം, സാമ്പത്തിക ലാഭം. ഇനി 6 മാസം കഴിയുമ്പോഴോ നിങ്ങൾക്ക് 2500 ഡിസ്കൗണ്ട് പ്രൈസിന്റെ പ്രൊഡക്റ്റ് ഫ്രീ. ഇത് പുതിയ ആളുകൾക്ക് അറിയില്ല. നമ്മളൊന്ന് എഴുതി കാണിച്ചു കൊടുക്കണം. പറഞ്ഞാൽ പോരാ, എഴുതി കാണിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം. ഇത് പല ആളും എഴുതി കാണിക്കുന്നില്ല, നമ്മൾ പറച്ചിലോട് പറച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് വന്നപ്പോ ഞാനിത് ബോർഡിൽ എഴുതി കാണിച്ചപ്പോ ആ മാഡം പറയും, സാർ ഇത് എനിക്കറിയില്ലായിരുന്നു, എനിക്കിതിപ്പോ മനസ്സിലായത്. ആൾ RCM-ൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ മാസങ്ങളായി, പക്ഷെ ഈ കാര്യം അവരുടെ ലീഡർ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, എഴുതി കാണിച്ചിട്ടില്ല. ഇത് എഴുതി കാണിക്കണം. ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കൂ. നിങ്ങളുടെ കൂടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത് എഴുതി കാണിച്ചു കൊടുക്കൂ. എഴുതി കാണിക്കാൻ സമയമില്ലെങ്കിൽ എഴുതി വെച്ചത് കാണിക്കുക. അപ്പൊ മുമ്പ് ഇത്ര വ്യത്യാസം ഉണ്ടോ? നിങ്ങളുടെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ 1 മാസം, 2 മാസം, 3 മാസം പ്രൊഡക്റ്റ് കൊടുക്കും, PV നിങ്ങൾ എടുക്കും. 4ാമത്തെ മാസം വേറെ ആരെങ്കിലും വന്ന് അവരോട് പറയും, ഈ കാര്യം എഴുതി കാണിക്കും, അവരുടെ കൂടെ ജോയിൻ ആവും. ഹലോ, അപ്പൊ അതെന്ത് വേണം? നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് നമ്മൾ തന്നെ ഇത് എഴുതി കാണിച്ച് അവരെ നിങ്ങളുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കാണിച്ചു കൊടുക്കണം. റെഡി ഉള്ളവർ ഇങ്ങനെ തമ്പടിച്ച് കാണിച്ച് യെസ് സാർ റെഡി, ഗുഡ്, സൂപ്പർ. ഇനി എന്താണ്? നമുക്കിതാ 25 വർഷം എത്തി. സൂപ്പർ, ഒരുപാട് തമ്പ് വരുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. 25 വർഷം എത്തി നിൽക്കുമ്പോ പണ്ട് നമ്മള് ടൈപ്പുള്ള പെയിന്റ് ആയിരുന്നു അല്ലെ? ഇപ്പൊ നോക്കിയേ, 25ാമത്തെ വർഷത്തില് കമ്പനി തന്നെ സ്വന്തം പെയിന്റ് ഇറക്കിയിരിക്കുക. സ്വന്തം പെയിന്റ് വന്ന അന്ന് തന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഡിപ്പോന്ന് ഫസ്റ്റ് ഞാനാ വാങ്ങിച്ചത്. എന്റെ പെങ്ങളുടെ വീടിന് അടിച്ചു. അബ്ബാര റിസൾട്ടാണ്. ഞാൻ അവിടെ അന്ന് പെയിന്ററായിട്ട് അവിടെ നിന്നു. ഈ പെയിന്റ് വാങ്ങിച്ചെന്ന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ പെയിന്ററായി പെയിന്റർമാരെ കൂടെ നിന്നു. ഒരു സ്റ്റാർ എമറാൾഡ് ഇടയ്ക്കിടയ്ക്ക് പെയിന്റർ ആയതുകൊണ്ടും കുഴപ്പമില്ല, ചിലപ്പോ കർഷകനായതുകൊണ്ടും കുഴപ്പമില്ല. ശരിയല്ലേ? നമ്മളെല്ലാം ചെയ്യണം. നമ്മൾ ഏത് ലെവലിലേക്ക് പോയാലും നമ്മൾ വന്ന വഴി മറക്കരുത്. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് തുളസി പെയിന്റ് അടിച്ച പെയിന്റർമാരെ കൂടെ നിന്ന് മിക്സ് ചെയ്ത് ഞാൻ അടുപ്പിച്ചു. അപ്പാര റിസൾട്ടാണ്. ആദ്യമായിട്ട് തുളസി നമ്മുടെ ഒവേര പെയിന്റിന്റെ ഫസ്റ്റ് ക്ലാസ് വരാൻ പോണ്. എത്ര പേർക്കറിയാം? അടുത്ത മാസം 6-ാം തീയതി തുടങ്ങി സ്മിത മാഡം
എന്റെ വീട് പെയിന്റ് അടിച്ചു. സൂപ്പർ. എത്ര പേര് ഒവേര പെയിന്റ് അടിച്ചു? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. യെസ്, ഒവേര പെയിന്റ് അടിച്ച ആളുകളൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പുതിയ നമ്മുടെ കമ്പനിയുടെ സ്വന്തം പെയിന്റ്, സ്വന്തം പ്ലാന്റിൽ നിന്ന് വന്ന സ്വന്തം പെയിന്റ് അടിച്ചവര്. സൂപ്പർ. നമ്മൾ സത്യത്തിൽ ഇതിന്റെ ഗുണം വലിയ കാര്യമായിട്ട് അറിയാതെ അടിച്ചത് അല്ലേ? ഒവേര പെയിന്റിന്റെ കോളിളക്കം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നുള്ളൂ, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഈ 6-ാം തീയതി 5-ാം തീയതി കമ്പനിയിൽ നിന്നും റെപ്രസെന്റേറ്റീവ് വരാണ്. 6-ാം തീയതി തുടങ്ങാണ് നമ്മുടെ ഒവേര പെയിന്റിന്റെ മാമാങ്കം ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ചാലക്കുടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. 6-ാം തീയതി കാലത്ത് 10 മണിക്ക്. രണ്ടാമത്തെ ക്ലാസ് നമുക്കറിയാം വണ്ടർ വേൾഡ് പ്രൈം. പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്കറിയാം പെരുമ്പാവൂര്, പിന്നെ നമ്മൾക്ക് എറണാകുളം. അങ്ങനെ തുടങ്ങണം. ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുക്കണം. പെയിന്റേഴ്സിനെ പങ്കെടുപ്പിക്കണം. കോൺട്രാക്ടേഴ്സിന് ഇത് മനസ്സിലാക്കി കൊടുക്കണം, അവരെ കൊണ്ടുപോകണം. കാരണം ഇത് നമ്മുടെ കമ്പനിയുടെ സ്വന്തം പെയിന്റാ. TCG പറഞ്ഞൊരു കാര്യം, മറ്റുള്ള പ്രൊഡക്റ്റുകൾ എൻ്റെ മക്കൾ നോക്കിക്കോളും, ഒവേര പെയിന്റ് ഞാൻ ഏറ്റെടുത്തുന്ന എൻ്റെ നമ്മുടെ TCG പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, TCG ഏറ്റെടുത്ത ഈ പ്രൊഡക്റ്റ് നമ്മളൊന്ന് ഏറ്റെടുത്താലോ, ഒവേര പെയിന്റ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പർച്ചേസ് വോളിയം എന്താ പറയാ, പർച്ചേസ് വോളിയത്തിൽ ഒരു കുതിപ്പുണ്ടാവാനായിട്ട് ഒവേര പെയിന്റ് നമുക്ക് ഗുണം ചെയ്യും. എൻ്റെ വീട്ടിൽ അടിക്കുന്നു ഇപ്പോൾ. സൂപ്പർ. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കണം അല്ലെ? ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഐ ഓൾസോ പെയിന്റ് മൈ ഹൗസ്. സൂപ്പർ. ഒത്തിരി ആളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പെയിന്റ്. അടിച്ച എല്ലാവർക്കും റിസൾട്ട് വണ്ടർഫുൾ ആണ്. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഓരോ മാസം ഗ്രോത്ത് കൊണ്ടുവരണം. ഗ്രോത്ത് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോത്ത് വരണേ. TCG എപ്പോഴും ഗ്രോത്തിലാ പറയുന്നത്. TCG അന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ കേൾക്കണം. ഞാൻ ഒരു മാസം അച്ചീവ്മെന്റിൽ എത്തി, പിന്നെ 10 മാസം അച്ചീവ്മെന്റിൽ എത്തിയില്ല. അതല്ല ഗ്രോത്ത്. എല്ലാ മാസം നിങ്ങളുടെ ഗ്രോത്ത് 10-20% ഗ്രാജുവലി ഗ്രോത്ത് ആണെങ്കിൽ പല സ്ഥലത്തും പെയിന്റ് അവൈലബിൾ അല്ല. കൈയടിക്കാം അതിനു വേണ്ടി. കാരണം എന്താണ്? വരുന്ന പെയിന്റൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക അല്ലെ? ഉപഭോക്താക്കൾ കൂടുകയാണ്. അത്യാവശ്യക്കാർ കൂടുമ്പോ പ്രൊഡക്റ്റ് അവൈലബിൾ ആവില്ല. വരും. ഈ ഒരു 6-ാം തീയതി നടക്കുന്ന ക്ലാസ്സിനോട് കൂടി പെയിന്റിന്റെ തരംഗം വീണ്ടും വരാണ്, നമ്മുടെ സ്വന്തം പെയിന്റിന്റെ. ഞാൻ പറഞ്ഞു തന്നത് ഗ്രോത്തിന്റെ കാര്യമാണ്. ഓരോ മാസവും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ലാസ്റ്റ് ഡേയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പല വ്യക്തികളും പറയില്ലേ, കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ വെള്ളം ചുവന്നു, വൈകുന്നേരം കലമിട്ട് ഉടച്ചു. അങ്ങനെയാ വരുന്നത്. ഈ ലാസ്റ്റ് 2 ദിവസത്തെ നിങ്ങളുടെ എന്താണോ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ടീമിലുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? ഈ ലാസ്റ്റ് 2 days നിങ്ങൾ എന്താണോ പ്രവർത്തനം ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് കമ്മീഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ടീമിലേക്ക് ഒരു വ്യക്തി വന്നാൽ ഒരു 3 മാസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ ആ വ്യക്തി ആർസ്യം വിട്ടുപോലെന്ന് ഗ്യാരണ്ടി. പക്ഷേ പലപ്പോഴും നമ്മളുടെ അശ്രദ്ധ മൂലം അവർക്ക് വരുമാനം കിട്ടാതെ പോകും. കാരണം നമ്മൾ നോക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? TCG പറഞ്ഞത് ഓരോ മാസവും ഗ്രോത്ത് വരണം. വരണ്ടേ? വരണമെന്നുള്ളവരൊന്ന് സ്മൈൽ ചെയ്ത് കാണിച്ചേ. നോക്കട്ടെ, ജിനി സാർ ഒന്ന് സ്മൈൽ ചെയ്ത് കാണിച്ചാൽ മതി. ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് ഡൗൺ ചെയ്യാൻ നിൽക്കണം. സ്മൈൽ ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഗുഡ്. അപ്പൊ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ മാസം ഗ്രോത്ത്. ഈ മാസം ബിഗിനർ ആണെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, വിന്നർ. ഓരോ പടികൾ കയറും തോറും ഓരോ സ്വപ്നം പൂത്തിയിടുന്നു അല്ലെ? അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടേ? അതിന് 4 pillars ഫോർ സക്സസ്. 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്? റീപർച്ചേസ്. ഇൻക്രീസിങ് മൂഡിലായിരിക്കണം. തുടക്കത്തിൽ നമ്മൾ വരുമ്പോ കഷ്ടിമുഷ്ടിയാണ് 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ശരിയല്ലേ? 2000 തയ്ക്കാൻ പോലും നമുക്ക് പ്രൊഡക്റ്റ് ഇല്ലാന്ന് നമുക്ക് തോന്നാറ്.
കുറച്ച് അറിവ് വന്നാലോ, പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞാലോ? പിന്നെ ഇങ്ങനെ വാരിയിടും ആർസിഎം ഉൽപ്പന്നങ്ങൾ. കാരണം നമ്മള് എല്ലാ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കും അല്ലേ? ഇവിടെ മേഡം ഇരുന്ന് ചിരിക്കുന്നു, ഡാമിന മേഡം. ഇങ്ങനെ വാരി കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ആളുകൾക്ക് കൊടുക്കാണ്. തുടക്കത്തിൽ എന്താണ്, 2000 തന്നെ തയ്ക്കാൻ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് നമുക്കറിയില്ല. കാരണം ഒന്നിന്റെയും ഗുണം നമുക്കറിയില്ല തുടക്കത്തിൽ വരുമ്പോൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം റീപർച്ചേസ് ആണ്. നമ്മൾ എന്തിനാണ് വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിഷമയമായ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി നല്ല ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അത് മറ്റുള്ള ആൾക്ക് കാണിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളാണ് ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്തിനാ നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നത്? എല്ലാ മാസം പല്ല് തേക്കണം, എല്ലാ മാസം കുളിക്കണം, എല്ലാ മാസം പാത്രം കഴുകണം, എല്ലാ മാസം കക്കൂസ് കഴുകണം, എല്ലാ മാസം തല തുടയ്ക്കണം, എല്ലാ മാസം ക്രീമും പൗഡറും ഉപയോഗിക്കണം. വേണ്ട, എല്ലാ മാസം ചപ്പാത്തി കഴിക്കണം, എല്ലാ മാസം മല്ലിയും മുളകും മഞ്ഞളും ആട്ടയും ഓയിലൊക്കെ ഉപയോഗിക്കണം, മസാലകൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എല്ലാ മാസം റീപർച്ചേസ് ചെയ്യണം. ഓരോ മാസവും നമ്മൾ കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യുക. അതായത് മാർക്കറ്റിലുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ മാറ്റി മാറ്റി 100% ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. എൻ്റെ വൈഫ് ജിഷ മേഡം ഞാൻ ആർസിഎം തുടങ്ങിയ സമയത്ത് വലിയ സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു. കാരണം ആൾക്കറിയില്ല ഇതിന്റെ അവസരം എന്താന്നുള്ളത്. പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇന്ന് ആർസിഎമ്മിൻ്റെതല്ലാത്ത ഒരു ഡ്രസ്സ് എൻ്റെ ഭാര്യ എടുത്തില്ല. ചുരിദാറൊന്നും അധികം അവൈലബിൾ അല്ലാത്ത സമയത്ത് ആളെന്ത് ചെയ്യും, ആർസിഎമ്മിന്റെ ഷർട്ട് തുണി വെട്ടി തയ്ച്ച് ചുരിദാറാക്കും. ഇവിടെ ഒത്തിരി ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ 100% നമ്മൾ ആർസിഎം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ആർസിഎമ്മിൻ്റെതല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഏതാന്ന് കണ്ടെത്തി ആ തൊരപ്പനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വെക്കണം. തൊരപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭൂമി ഇങ്ങനെ തുരക്കും തൊരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന പുറത്തുള്ള ഉൽപ്പന്നങ്ങൾ മാറ്റി ആർസിഎം ഉൽപ്പന്നങ്ങൾ നമ്മൾ അവിടേക്ക് കൊണ്ടുവരണം. റീപർച്ചേസ് ചെയ്യുമ്പോൾ എന്താ ഗുണം? നമ്മുടെ ഉപയോഗത്തിന് നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ഒന്ന്, സെൽഫ് യൂസ് ഫോർ അവർ ഗുഡ് ഹെൽത്ത്. നമുക്ക് ആരോഗ്യം കിട്ടും. നമ്മൾ 100% ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും. അത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഗുഡ് ഡോട്ട് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ 5 വർഷമാവാൻ പോകുന്നു വെജിറ്റേറിയൻ ആയിട്ട്. ഞാൻ എല്ലാ നോൺ വെജിറ്റേറിയനും കഴിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഗുഡ് ഡോട്ടിന്റെ കമ്പനി പോയി കണ്ടപ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഹൈജീൻ, അതിന്റെ പ്രൊഡക്ഷൻ, ഗുഡ് ഡോട്ടിന്റെ ലക്ഷ്യങ്ങൾ കണ്ടപ്പോ, ചിക്കനും ബീഫും പോലെ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ പ്രിപ്പയർ ചെയ്യാന്ന് കണ്ടപ്പോ ഞാനൊരു തീരുമാനം എടുത്തു. 1 വർഷത്തേക്ക് ഞാൻ നോൺ വെജിറ്റേറിയൻ നിർത്തി. പക്ഷേ ഇന്ന് 5 വർഷമായിട്ടും ഞാൻ ഒരു തരത്തിലുള്ള നോൺ വെജും കഴിക്കുന്ന ഒരാളല്ല, ഫുൾ വെജിറ്റേറിയനാണ്. കാരണം എന്താണ്? എനിക്ക് മനസ്സിലായി ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഹാർട്ട് ഡിസീസും ഉണ്ടാവാൻ ഒരു കാരണം റെഡ് മീറ്റ് ആണ്, നോൺ വെജിറ്റേറിയൻ ആണ്. സുരക്ഷിതമല്ല. പണ്ട് നല്ലതായിരുന്നു, പക്ഷെ ഇന്ന് സുരക്ഷിതമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അതേ രുചിയും അതേ ടേസ്റ്റും ഉള്ള ഉൽപ്പന്നം നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ നല്ല ആരോഗ്യത്തിന് വേണ്ടി നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഇൻക്രീസ് ബിലീഫ് ലെവൽ അബൌട്ട് ആർസിഎം പ്രൊഡക്ട്സ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം കൂടുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ മധുസന്യ രസ് കുടിക്കാതെ നിങ്ങൾ ഒരാളോട് മധുസന്യ രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അരുൺ സാർ, മധുസന്യ രസം കുടിക്കാണ്ട് നമ്മൾ ഒരാളോട് പറയാണ് മധുസന്യ രസം അടിപൊളിയാണ്, സൂപ്പറാണ്. ആള് കുടിച്ചിട്ട് പറയും അയ്യോ ഇതിന് കയ്പാണ്. അപ്പൊ നമ്മ പേടിച്ചു, ദൈവമേ ഇത് കയ്പാണോ? നമ്മൾ കുടിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ മധുസന്യ രസം നമ്മൾ കുടിച്ചാലോ, അതിന്റെ ഗുണം മനസ്സിലായാലോ? തമിഴ്നാട്ടില് എൻ്റെ ടീമിൽ ഒരു ഷോപ്പുണ്ട്. ആളുടെ അമ്മയ്ക്ക് ഷുഗറായിട്ട് മധുസന്യ രസം കുടിച്ചതാ. പക്ഷെ ആള് പറയണ അമ്മയുടെ കണ്ണ് തെളിഞ്ഞു അത്രയും. കാരണം എന്താണ്? അതിലുള്ള കണ്ടന്റുകൾ അത്ര നല്ലതാ. ഇന്ന് എനിക്ക് പറവൂര് ഷോപ്പിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 11 മധുസന്യ രസമാണ് ചെലവായത്. 11 മധുസന്യ രസം. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള വിശ്വാസം വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുക. മാക്സിമം ആർസിഎം ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് മാത്രം, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഉപയോഗിക്കുക. ഇതിലൂടെ നിങ്ങളുടെ പർച്ചേസ് വോളിയം കൂടും. ശരിയല്ലേ? ഒരു 10,000 PV ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് മാത്രം ഉൽപ്പന്നം ഉപയോഗിച്ചാൽ പിന്നെന്താണ്? ഏബിൾ ടു സ്റ്റാർട്ട് എ ഡിസ്പ്ലേ വാൾ ഇൻ അവർ ഹോം. നമ്മൾ കൂടുതൽ ഉൽപ്പന്നം വാങ്ങുമ്പോൾ എന്താണ്? നമ്മുടെ വീട്ടിൽ സുന്ദരമായിട്ടൊരു ഹോം ഷോപ്പ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇന്ന് ഹോം ഷോപ്പുകളുടെ അല്ലെങ്കിൽ ഡിസ്പ്ലേ വാളുകളുടെ ഒരു തരംഗാണ്.
നമ്മുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ തന്നെ നമുക്ക് സുന്ദരമായ ഹോം ഷോപ്പ് തുടങ്ങാം. അപ്പൊ എന്റെ ഇവിടെ ഹോം ഷോപ്പ് ഉണ്ട്. 5-6 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. കൊറോണ സമയത്ത് തുടങ്ങിയതാ. ഇന്നും അത് ഇങ്ങനെ മനോഹരമായിട്ട് ഞാൻ നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഏതൊരാൾ വീട്ടിലേക്ക് വന്നാലും അവർ ചോദിക്കുന്നത് എന്താണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. അപ്പോ റീപർച്ചേസ് കൂട്ടി കഴിഞ്ഞാൽ ഇതൊരു ദേശസേവനാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദേശസേവനാണ്. അപ്പൊ എത്ര കാര്യങ്ങളാണ് സെൽഫ് യൂസ് ഇതിലൂടെ നിങ്ങളുടെ PV കൂടും. ഞാൻ പറയുന്ന ഒരു 5000 പർച്ചേസോളം ചെയ്യാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. പല ആളുകളും പറയും, ഞാൻ RCയിൽ ഭയങ്കര സീരിയസാ, PV എത്രയാ? 1000 PV. നിങ്ങൾ എന്ത് സീരിയസാ? ഹലോ, നിങ്ങൾ എന്ത് സീരിയസാ? 90% മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് 1000 PV ചെയ്യുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 5000 PV ചെയ്യുന്ന ആളാണോ? ഞാൻ വിശ്വസിക്കാം. 5000 PV നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു 70% RC ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോഴും 100ലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ 5000 PV ചെയ്യുന്ന ആളല്ലേ? നിങ്ങൾ RCന്റെ സിസ്റ്റത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ മിനിമം 5000 PV ചെയ്യുന്ന ഒരാളാണോ? യു ആർ ഇൻ RCM സിസ്റ്റം. ട്രെയിൻ ഡൽഹിക്ക് പോകാനുള്ളതാ. അതിപ്പോ നിൽക്കുന്നത് റെയിൽവേ ട്രാക്കിന്റെ താഴെയാ, പട്രിക്ക് താഴെയാ. അത് ഡൽഹിയിലെത്തോ? നമ്മൾ 5000 പർച്ചേസ് വോളിയം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ റെയിൽവേ ട്രാക്കിലായിട്ടില്ല. എത്ര പേരുണ്ട് ഇവിടെ മിനിമം 5000 പർച്ചേസ് വോളിയം സെൽഫ് ഐഡിയിൽ ചെയ്യുന്ന RCMന്റെ കരുത്തരായ യോദ്ധാക്കള്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. മിനിമം 5000 PV ചെയ്യുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. മറ്റുള്ളവരെല്ലാവരും നോക്കണം. ഇവര് RCMന്റെ 70% അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ സ്വയം ഉപയോഗിക്കുന്ന ആളുകളാണ്. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. മിനിമം 5000 പർച്ചേസ് വോളിയം ചെയ്യുക നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും. ഇതൊരു ദേശസേവനാണ്. 5000 പർച്ചേസ് വോളിയം എന്ന് പറയുന്നത് ഏകദേശം 10000 രൂപയുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. അത് ദേശസേവനാണ്. ഇനി ഹാൻഡ് ചെയ്യണ്ട, എനിക്ക് വീണ്ടും എടുത്ത് ഡൗൺ ആക്കേണ്ടി വരുന്നു. ഓക്കെ, അടുത്തെന്താണ്? അപ്പൊ ആദ്യത്തെ കഴിഞ്ഞു, റീപർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ ഉപയോഗം നടക്കുന്നു. ഞാൻ എഴുതിയ പോയിന്റ് നോട്ട് ചെയ്യണം. എന്തൊക്കെ ഗുണങ്ങള്? മിനിമം 5000 PV ചെയ്യാൻ പറ്റും. ഇനിയാണ് രസം. അടുത്താണ് റീറ്റെയിലിംഗ് ഫോർ ഹെൽപ്പ് ടു അതേഴ്സ്. PV ജനറേറ്റ് ആവും. 5000-ന് മേലെ 10000, 25000, 50000 ചെയ്യുന്ന യോദ്ധാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അവരെ ഞാൻ യോദ്ധാക്കൾ എന്ന് പറയാം. ആ യോദ്ധാക്കൾ എന്ത് ചെയ്യും? ഈ ഉൽപ്പന്നം, ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ അതെന്താ ഗുണം? നമ്മളും ഒരു ദിവസം ആരെങ്കിലും ഉൽപ്പന്നം തന്നിട്ട് വന്നതല്ലേ സുഹൃത്തുക്കളെ? ആരെങ്കിലും നമുക്ക് ഈ ഉൽപ്പന്നം തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് RCMലുണ്ടോ? ഞാൻ ഉണ്ടാവില്ല. എന്റെ ചേച്ചി നിർബന്ധിച്ചിട്ടായാലും ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് RCMലുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്തിനാ റീറ്റെയിലിംഗ് ചെയ്യുന്നത്? റീറ്റെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ് വോളിയം വീണ്ടും കൂടും, ക്രമാതീതമായിട്ട് കൂടും. നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് ധാരാളം കിട്ടും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വരാൻ സാധ്യത വരും റീറ്റെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ പറയുന്നു, റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫോർ ബിഗിനേഴ്സ്. പുതിയ ആളുകൾക്കുള്ള ഒരു ഓക്സിജനാ. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ബുദ്ധിമുട്ടല്ലേ? ഈ 0 to 0 എന്നൊരു നമ്പർ ഉണ്ട്. മാഡം വളരെ ശ്രദ്ധപൂർവ്വം ഇങ്ങനെ ഇരിക്കുക. പേര് എനിക്കറിയില്ല കേട്ടോ മാഡം. 0 to 0. അതായത് പുതിയ വ്യക്തികൾക്ക് ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരില്ല. അവർക്ക് ഈ റീറ്റെയിലിംഗിലൂടെയാണ് വരുമാനം വരുന്നത്. അവർക്കുള്ള ഓക്സിജനാണ് റീറ്റെയിലിംഗ്. പുതിയ ആൾക്ക് ഞാനൊക്കെ തുടക്കത്തില് ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടുകാരൊക്കെ പറയുന്നത്, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോടാ പട്ടാളക്കാര ഈ മല്ലിയും മുളകും വെക്കേണ്ടത്? അന്ന് ഗോപകുമാർ സാറ് പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. വി ആർ സെല്ലിംഗ് ദ ഓപ്പർച്യൂണിറ്റി, വി ആർ നോട്ട് സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് അവസരമാണ്, പ്രൊഡക്റ്റ് അല്ല. ജീവിതകാലം മുഴുവനും RCMന്റെ പ്രൊഡക്റ്റ് വാങ്ങേന്നും പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ട് നടക്കലല്ല RCM. തുടക്കക്കാർക്ക് അതൊരു ഓപ്ഷനാണ്. തുടക്കക്കാർക്ക് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? എന്തൊക്കെയാ എന്റെ ഗുണങ്ങൾ നോക്കിയേ.
ഫോർ അതേഴ്സ് ഹെൽത്ത്, മറ്റുള്ളവർ ആരോഗ്യം സംരക്ഷിക്കപ്പെടും, അവർക്ക് വിശ്വാസം കൂടും. വി ക്യാൻ ഇൻക്രീസിങ് അവർ സെല്ലിംഗ് സ്കിൽ, നമ്മുടെ സെല്ല് ചെയ്യാനുള്ള സ്കില്ല് കൂടും. ആളുകളെ കയ്യിലിട്ട് കറക്കാൻ പഠിക്കും നമ്മൾ, അല്ലെ? ചില ആളുകള് റീറ്റെയിലിങ്ങിന് പോകും, ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകും. അയ്യോ 10 ആളോട് 2 ആളോട് പറഞ്ഞപ്പോഴേക്കും അവർ വാങ്ങിയില്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആളോട് നിങ്ങൾ പറഞ്ഞു, അവർ കേട്ടില്ല. നെവർ മൈൻഡ്, 11ാമത്തെ ആൾ എന്തായാലും വാങ്ങും. അപ്പൊ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കില്ല് കൂടാൻ ഇത് ഗുണം ചെയ്യും. ഞാൻ പൈസക്കല്ല പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും സെയിൽ ചെയ്യുമ്പോൾ എന്താ പറയുക, പൈസ കിട്ടുന്ന ഒരു കാര്യം പറയും, പൈസ കിട്ടും, ഞാൻ അതിനല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മുടെ സ്കില്ല് കൂടും. എന്റെ മകൻ ഇന്ന് ചെന്നൈയിലെ MBA പഠിക്കുകയാണ്, മകള് ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഇവരെ 2 പേരെയും ഞാൻ സെയിലിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പേരെയും സെയിലിന് പ്രൊഡക്റ്റും കൊടുത്തു. എന്തിനാ? എന്റെ മക്കള് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഡയമണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാ, ശരിയല്ലേ? അപ്പൊ നമ്മുടെ തുടക്കത്തിലുള്ള പർച്ചേസ് വോളിയം കൂടും. നിങ്ങളുടെ 5000 PV 10,000 ആക്കാനും 25,000 ആക്കാനും 50,000 ആക്കാനും ഈ റീറ്റെയിലിംഗ് മതി. ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കണം, നമുക്ക് അനുഭവിച്ച ഈ ആരോഗ്യ ഗുണങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കണം. ഞാൻ പറയുന്നു, 10 ആൾക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തവർ വാങ്ങിയില്ല, 11ാമത്തെ ആള് ഉറപ്പായിട്ട് വാങ്ങും. പക്ഷെ 11ാമത്തെ ആള് 2,000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിയാലും നിങ്ങൾക്ക് അതിന്റെ 20%, 400 രൂപ PV കമ്മീഷൻ, ഒരു 500 രൂപ കമ്മീഷൻ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 11ാമത്തെ ആളാണ് ഏറ്റവും നല്ലതെന്നാ. 11ാമത്തെ ആളല്ല നിങ്ങളുടെ സ്കില്ല് കൂട്ടിയത്. നിങ്ങളുടെ നിന്ന് വാങ്ങാത്ത ആദ്യത്തെ 10 പേരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്കില്ല് കൂട്ടിയത്. ആ 10 പേരാണ് നിങ്ങളുടെ ഡയമണ്ടിലേക്ക് എത്തിക്കുന്ന ആള്. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ റീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത്, പ്രൊഡക്റ്റ് നടത്താൻ പോകുന്ന സമയത്ത് അവർ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശപിക്കേണ്ട, കുറ്റം പറ. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കഴിവ് കൂട്ടിയ ആള്. അവരാണ് നമുക്ക് വാശി കൂട്ടിയ ഒരാള്, ശരിയല്ലേ മേഡം? ഒരാള് വേണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് വാശി, അടുത്ത ആൾക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കും, ഇങ്ങനൊരു വാശി വേണം നമുക്ക്, അല്ലെ? അങ്ങനെ വാശിയുണ്ടോ? എത്ര പേർക്ക് വാശിയുണ്ട് നോക്കട്ടെ, ഹാൻഡ് റൈസ് ചെയ്ത്. ഇത് ഞാൻ കൊടുത്ത വീട്ടിൽ കയറുള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ എത്ര പേർക്ക് വാശിയുണ്ട് നോക്കട്ടെ? വാശിയുള്ളവർ കൈ പൊക്കിയ. സൂപ്പർ, ഗുഡ് ഗുഡ് ഗുഡ്. ഒക്കെ വാശിക്കാരാണ് കേട്ടോ വിനു സാറേ. എല്ലാവരും ഇവരൊക്കെ ഡയമണ്ട് ആവും, വാശിക്കാർക്ക് ഡയമണ്ട് ആവാൻ പറ്റുള്ളൂ. സജീവ് സാറ് പറയുന്നുണ്ട്, വിജയിക്കാനാ ഏറ്റവും കൂടുതൽ വേണ്ടത് വാശിയാണ്, അല്ലേ? ഒരാൾ വാങ്ങിയില്ല എന്ന് വിചാരിക്കണം, ഞാൻ അത് വിറ്റടങ്ങും. ഓക്കെ, ഗുഡ് ഗുഡ്. മതി മതി, ഇനി കൈപ്പൊക്കണ്ട കേട്ടാ, ഇനി ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഇനി ഞാൻ കാര്യങ്ങൾ പറയട്ടെ, നമുക്ക് ഇനി ഭക്ഷണം കഴിച്ച് കിടക്കണ്ടല്ലേ? അടുത്തെന്താണ്? വി ക്യാൻ ലേൺ ഹൗ ടു ഹാൻഡിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. സെയിൽ ചെയ്യുന്നുണ്ട് എന്താ ഗുണം? വ്യത്യസ്തരായ ആളുകളെ കയ്യിലിട്ട് കറക്കാൻ നമ്മൾ പഠിക്കും, അല്ലേ? ഒരു മാസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ അവനെ മനോഭാവം കാണുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇദ്ദേഹം ഏത് തരക്കാരനാണ്, മേടിക്കോ മേടിക്കില്ലേ. അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം എന്നുള്ള തന്ത്രം, സ്ട്രാറ്റജി നമ്മൾ പഠിക്കും. അത് നമ്മൾ ഈ ഇറങ്ങിയാലേ പഠിക്കുള്ളൂ. ജീവിതകാലം മുഴുവനും സെയിൽ ചെയ്യണ്ടാട്ടാ, ജീവിതകാലം മുഴുവൻ സെയിൽ ചെയ്യണ്ട, പിന്നെ സെയിൽ വന്നോളും. മാക്സിമം ഒരു ടെക്നിക്കൽ വരെ. ടെക്നിക്കലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യാൻ കൊതിക്കും. കാരണം എന്താണ്? പിന്നെ ടീം വർക്കാ, അല്ലെ ബിനു സാറേ? ടെക്നിക്കലായി കഴിഞ്ഞാൽ പോയി സെയിൽ ചെയ്യാൻ നിങ്ങൾ കൊതിയാവും, സമയം കിട്ടില്ല, പിന്നെ ടീം വർക്ക്. പതിക്ക് മുന്നേ ഒരു സ്റ്റാർ ഒക്കെ വരെ നിങ്ങൾ ഇഷ്ടം പോലെ സെയിൽ ചെയ്തോളൂ. ഞാൻ പറയുന്ന ഒരു 25,000 പർച്ചേസ് വോളിയം നിങ്ങൾക്ക് എല്ലാ മാസം ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗ്രോത്ത് വരും. ഇത് എന്റെ ഗ്യാരണ്ടിയാ, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്ര ഈസി ഒന്നല്ല, നടക്കാത്ത കാര്യമല്ല. അത്ര ഈസി അല്ല, നടക്കാത്ത കാര്യമല്ല. എന്റെ ടീമിലുള്ള ഒരുപാട് ലീഡേഴ്സിനെ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റും. എമറാൾഡ് അനിരുദ്ധൻ സാറ് ആദ്യത്തെ 12 മാസം 25,000 PV ചെയ്തു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വിജയിക്കണോ ഡയമണ്ട് ക്ലബ് ചെയ്യാം, പെട്ടെന്ന് വിജയിക്കണോ, ഫാസ്റ്റ് ആയിട്ട് വിജയിക്കണോ, 25,000 PV ചെയ്യും എല്ലാ മാസം, 25,000 PV. ഒരു മാസം ഞെരുങ്ങി മുരുങ്ങി ചെയ്തു ആള്. രണ്ടാമത്തെ മാസം കുറച്ചും കൂടിയും കുഴപ്പമില്ലാണ്ടായി. പതുക്കെ പതുക്കെ അദ്ദേഹം 12 മാസം, ആദ്യത്തെ ഒരു 3 മാസം അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായുള്ളൂ. പിന്നെ അത് ശീലായി, ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഇന്ന് എമറാൾഡാണ്, സ്റ്റാർ എമറാൾഡിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന് പറയില്ലല്ല അദ്ദേഹത്തിന്റെ ജോലി. ഇന്ന് കോട്ടും ടൈ ഒക്കെ ഇട്ട് ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ പോവാണ്.
പുഷ്പലത മാഡം ടൈലറിങ് ചെയ്തിരുന്ന പുഷ്പലത മാഡം ഇന്ന് സ്റ്റാർ പേൾ അച്ചീവറാണ്. തുടക്കത്തിൽ സെയിലിന് പോകുമ്പോൾ ആളുകൾ പറയാ, എടി പുഷ്പലതയെ നിനക്ക് എന്റെ വല്ല ആവശ്യമുണ്ടോ? ഇന്ന് ആള് സെയിലിനല്ല പോകുന്നത്, ഇന്ന് കോട്ടൊക്കെ ഇട്ട് ക്ലാസ് എടുക്കാനാ പോകുന്നത്. 1 ലക്ഷത്തോളം വരുമാനമുണ്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വ്യത്യസ്തരായ ആളുകളുമായിട്ട് രൂഗുരു കർണാഹേ കാണണം, അവരായിട്ട് സംവദിക്കണം. ഓക്കെ. എനിക്ക് സേവനാടിയൊക്കെ പിള്ളേര് വീട്ടിൽ സെയിൽ ചെയ്ത് വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾ പറയും, ഓ പോ വാതിൽ അകത്തേക്ക് കടത്തില്ല, പോവാൻ പറയാം അവരോട്. ഞാൻ അവരെ വിളിക്കും, വാ മക്കളെ വാ വാ. എന്നിട്ട് അവരെ വിളിച്ച് അവരോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് പഠിക്കാനുള്ള ഒരു വേദിയാണ് അത്, അല്ലേ? അപ്പൊ നമ്മള് ആളുകളുമായിട്ട് എത്രത്തോളം കോണ്ടാക്ട് ചെയ്യുന്നോ അതിനുള്ള അവസരമാണ് സെയിൽ, റീറ്റെയിലിംഗ്. ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. വി ക്യാൻ ഇൻക്രീസ് അവർ പർച്ചേസ് വോളിയം. റീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ എന്താണ്, ഇഷ്ടം പോലെ പി വി കൂടും, നിങ്ങളുടെ പോക്കറ്റിൽ ഇഷ്ടം പോലെ പൈസ വരും, മന്ത്ലി പി വി കൂടും, 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കൂടുതൽ കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കൂടുതൽ വരും. എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞത് ബിഗിനേഴ്സ്, തുടക്കക്കാർക്കുള്ള ഓക്സിജനാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഒരു മാഡം എന്നോട് പറഞ്ഞു, സാറേ ആർച്യം ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ എപ്പോഴും കയ്യിൽ കാശുണ്ട്. ഒരാളോട് 5 പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടേണ്ട ആവശ്യമില്ല, എപ്പോഴും കയ്യിൽ കാശുണ്ട്. ശരിയല്ലേ? എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഞാൻ സെയിൽ തുടങ്ങിയതിന് ശേഷം കയ്യിൽ എപ്പോഴും കാശുണ്ട്, ഒരാളോട് കൈ നീട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് കൈ നോക്കട്ടെ. വെരി ഗുഡ്. സീന മാഡം ഉണ്ട്, ജൻസി മാഡം ഉണ്ട്, കണ്ട അമിന മാഡം ഉണ്ട്, ഒത്തിരി ആളുകൾ. വെരി ഗുഡ്, സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൈ പൊക്കാത്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ 4 ആളുടെ മുന്നിൽ കൈ നീട്ടണോ അത് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഡയമണ്ടിലേക്കുള്ള യാത്രയാണ് കേട്ടാ. സെയിലൊന്നും അവസാനിക്കുന്നില്ല, ഇതൊരു വെറും ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നെക്സ്റ്റ്, ഇൻക്രീസ് അവർ ഇനീഷ്യൽ ഇൻകം. തുടക്കത്തിലേ നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും. പല ലീഡേഴ്സും ഇന്ന് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് തന്നെ 20,000 30,000 വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ടീം കമ്മീഷൻ അല്ല, ടീം കമ്മീഷൻ തുടക്കത്തിൽ കുറച്ച് കിട്ടുള്ളൂ, പിന്നെയാണ് കൂടി വരാം. ആർസിമിൽ ഞാൻ വന്ന സമയത്ത് ഞാനൊരു ഹിന്ദി ലീഡറിന്റെ ക്ലാസ് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞത്, ശുരുവാത്തി ഇൻകം ചോട്ടാ ഹേ, ശുരുവാത്തി ഇൻകം ചോട്ടാ ഹേ, ശുരുവാത്തി ഇൻകം ചോട്ടാ ഹേ. തുടക്കത്തിൽ വരുമാനം ചെറുതാണ്, ബട്ട് പതുക്കെ കൂടി വരും. ബിഗിനർ ആവുമ്പോ 1000, സ്റ്റാർട്ടർ ആവുമ്പോ 2000, ഓപ്പണർ 3000, 5000. പക്ഷെ ഇവിടെ 1000 2000 ആവുന്നുള്ളൂ. ടെക്നിക്കൽ ആവുമ്പോഴോ 60,000, പിന്നെ പേളാവുമ്പോഴോ 75,000, പിന്നെ എമറാൾഡ് ആവുമ്പോ 1,00,000. അപ്പൊ നമ്മൾ ഇങ്ങനെ തുടക്കത്തിൽ കുറവാണെങ്കിലും നമ്മുടെ ടീം വലുതാവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം കൂടും. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട്, ലോങ് വിഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ RCM ചെയ്യാനായിട്ട്. തുടക്കത്തിൽ വരുമ്പോൾ ചില ആൾക്ക് മല്ലിമുളകാണ് RCM, അതല്ല RCM സുഹൃത്തുക്കൾ. അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റണം. ഇതൊക്കെ ഈ മാസം ഇന്ന് നാളെയൊക്കെ നിങ്ങൾക്ക് PV കൂട്ടാനുള്ള കാര്യങ്ങളെ പറയുന്നത്. പീപ്പിൾ അറൌണ്ട് ക്യാൻ നോ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് RCM പ്രൊഡക്ട്സ്. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെ? നമ്മൾ മാത്രം ഉപയോഗിച്ചവർക്ക് മനസ്സിലാവോ? ഇല്ല. ഇപ്പോ പണ്ട് ഒരാൾ പറഞ്ഞു, RCM പ്രൊഡക്റ്റുകൾക്ക് 2 പോരായ്മകളുണ്ട്. നമ്മൾ പറയാം എല്ലാം നല്ലതെന്ന് പറയുമ്പോഴും RCM ഉൽപ്പന്നങ്ങൾക്ക് 2 പോരായ്മകളുണ്ട്. എന്താന്ന് പറയട്ടെ? ആദ്യമായിട്ട് വന്നവര് കേട്ടോളൂ. അത് ശരി, പോരായ്മയുണ്ട്. RCM ഉൽപ്പന്നങ്ങൾക്ക് വായ സംസാരിക്കാൻ പറ്റില്ല. ഹലോ, RCM ഉൽപ്പന്നങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാളുടെ വായിലൂടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ആള് സംസാരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ സംസാരിക്കണം. RCM ഉൽപ്പന്നങ്ങളുടെ വായ നമ്മളായിട്ട് മാറണം. പിന്നെന്താണ് രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത്? നാരായണൻ സാറേ, RCM ഉൽപ്പന്നങ്ങൾക്ക് കൈയും കാലും ഇല്ല, അത്രേ. ഹലോ, RCM ഉൽപ്പന്നങ്ങൾക്ക് കൈയും കാലും ഇല്ല. RCM ഉൽപ്പന്നങ്ങൾക്ക് കൈയും കാലും ഇല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് കൈയും കാലും ഇല്ലേ? ഈ കൈയും കാലും ഉള്ള നമ്മുടെ മേലെ എടുത്തു വെച്ച് ഇത് പോക്കോളൂ. ഈ 2 പോരായ്മയുള്ളൂ. അത് നമ്മൾ നിവർത്തിച്ചാൽ മാത്രം മതി. അതിനെ പരിഹരിക്കാൻ തയ്യാറാണോ? ഈ 2 പോരായ്മ നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾ നമ്പർ 1 ആവും. ആർ യു റെഡി?
അപ്പൊ നമ്മുടെ അയൽക്കാരും മൊത്തം അറിയും ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അപ്പൊ ആ 2 പോയിന്റ് കഴിഞ്ഞു കേട്ടോ. ഇത് രണ്ടും നിങ്ങളുടെ പർച്ചേസ് വോളിയം കൂട്ടുന്ന കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്. ആളുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചു, രണ്ടാമത് നമ്മുടെ ഉപയോഗം കൂട്ടി, നമ്മുടെ PV കൂട്ടി, റീറ്റെയിലിംഗ് കൂട്ടി, അല്ലേ? റീറ്റെയിലിംഗ് കൂട്ടിയപ്പോൾ നിങ്ങളുടെ PV വീണ്ടും കൂടി, 25,000 PV ചെയ്തപ്പോൾ കുറെ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തി. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഉപയോഗിച്ച ആളുകളെ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് കൺവേർട്ട് ചെയ്യണം. പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചപ്പോൾ അവർ കൺവിൻസ് ആയി. പക്ഷെ രണ്ടാമത് എന്ത് ചെയ്യണം? അവരെ നമ്മൾ ടീമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താ കാരണം? ഇപ്പൊ ഞാൻ ഗിരീഷ് എന്ന് പറയുന്ന ഞാൻ ഇന്ന് സ്റ്റാർ എംറാൾഡ് അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എന്റെ ലീഡർ എനിക്കിവിടെ ഒരു ID തന്നു. ഹലോ, അന്ന് എന്റെ ലീഡർ എനിക്കിവിടെ ID തന്നില്ലെങ്കിലോ ഡോക്ടർ രാജൻ സാറ്, ഞാൻ സമുദ്രത്തിൽ കിടക്കുന്ന മീനെ പോലെയാണ്. ഹലോ, എന്താണ്? സമുദ്രത്തിൽ കിടക്കുന്ന മീനെ പോലെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകളുണ്ട്, അത് സമുദ്രത്തിൽ കിടക്കുന്ന മീനാ. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിലേക്ക്, നമ്മുടെ ടീമിലേക്ക് ഒരാൾ വരുമ്പോഴാണ് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ ആലോചിക്കണം, അന്നെങ്ങാനും ഡോക്ടർ രാജൻ സാർ എനിക്ക് ID തരാതെ ഈ പ്രൊഡക്റ്റ് മാത്രം തന്നിരുന്നെങ്കിൽ ഈ ഗിരീഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ എംറാൾഡ് കൂടി ഉണ്ടാവില്ല. അല്ലെ ബിനു സാറ്? മൂർത്തി സാർ അന്ന് ബിനു സാറിനെ നിർബന്ധിച്ച് ID ഇടിപ്പിച്ചില്ലെങ്കിൽ ബിനു എന്ന് പറയുന്ന ഒരു റൂബി ഉണ്ടാവില്ല നമ്മുടെ ലീഡർ. ഗോപകുമാർ സാർ എന്ന് പറയുന്ന മഹത് വ്യക്തി മൂർത്തി സാറിന് ID കൊടുത്തില്ല എങ്കിൽ ഇന്നൊരു സഫയർ, മൂർത്തി സാർ എന്ന് പറയുന്ന സഫയർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിക്രൂട്ട്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊടുത്തു വെച്ച ആളുകളെ നമ്മുടെ ടീമിലേക്ക് നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ അന്ന് നേരത്തെ കാണിച്ചു തന്ന ആ ചാർട്ട് അവരെ കാണിക്കണം. അപ്പൊ അവര് ഇങ്ങനെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ, അവർ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ ലീഡേഴ്സ് ക്രിയേറ്റ് ആവുള്ളൂ സുഹൃത്തുക്കളെ. കണക്ട് പീപ്പിൾ, എങ്കിൽ മാത്രമേ നിങ്ങൾ സുരക്ഷിതരാവുള്ളൂ. ബിൽഡ് എ ഹ്യൂജ് നെറ്റ്വർക്ക് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ, എങ്കിലേ നിങ്ങൾക്ക് ഒരു വലിയ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്ക് എത്ര വലുതാണോ, നിങ്ങളുടെ ടീമിൽ എത്ര അധികം ആളുകൾ വന്ന് അവർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ എത്രയും കൂടുതൽ ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം. എന്നെ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പട്ടാളക്കാരനായത്, ശരിയല്ലേ? വഴിയിൽ നടക്കുന്ന ഒരാൾക്ക് പിടിച്ച് ട്രെയിനിങ് കൊടുക്കത്തില്ല പട്ടാളം. കൊടുക്കോ ജയസിംഗ് സാറ്? കൊടുക്കില്ലല്ലോ. പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു, അവിടെ ഹൈറ്റ് നോക്കി, എഡ്യൂക്കേഷൻ നോക്കി. ഇവിടെ അതൊന്നും നോക്കണ്ട കേട്ടോ. 18 വയസ്സായി ഒന്ന് നോക്കണം, കുറച്ച് ഡീറ്റെയിൽസ് വേണം, ഡോക്യുമെന്റ്സ് വേണം. അവരെ നിങ്ങൾ RCMലേക്ക്, ഇന്ത്യൻ പൗരനായിരിക്കണം, അവരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യൂ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യൂ. പല വ്യക്തികളും കുടുംബാംഗങ്ങളെ ജോയിൻ ചെയ്യിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മകള് 18 വയസ്സായി അന്ന് തന്നെ എൻ്റെ മകൾക്ക് ID കൊടുത്തു. എൻ്റെ മകന് 18 വയസ്സായി അന്ന് തന്നെ എൻ്റെ മകന് ID കൊടുത്തു. എന്താ കാരണം? അവർക്കറിയില്ല എൻ്റെ ഫ്യൂച്ചർ, എനിക്കറിയാം എൻ്റെ ഫ്യൂച്ചർ, ശരിയല്ലേ? ഒരു നമ്പർ മുന്നേ അവരുടെ ID വരാൻ നമുക്ക് സാധിച്ചാൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, അവരെ നിങ്ങളുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യുക. റിക്രൂട്ട്മെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ റിക്രൂട്ട് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അവരെ റിക്രൂട്ട് ചെയ്യും. ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ അവരെ നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് ID കൊടുക്കും. ചില ആളുകള് എന്താ മീൻ പിടിക്കാനും തീറ്റിട്ട് വയ്ക്കും, വല ഇടില്ല, വല വേറെ ആണല്ലോ. ഹലോ, അതുകൊണ്ട് രണ്ടും വേണം, തീറ്റയും കൊടുക്കണം, വലയും വിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം, എങ്കിലാണ് അവർ വളരുള്ളൂ, അല്ലെ? ഇപ്പൊ മാഹിയിൽ നിന്നും എൻ്റെ ഗ്രേറ്റ് ലീഡർ നിഷിന മേഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മേഡത്തെ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ടല്ലേ മേഡം അച്ചീവ്മെന്റിലേക്ക് ഒരു സ്റ്റാർട്ടർ ആയത്. നാരായണേട്ടന് ഇതിൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടല്ലേ ഇന്ന് നാരായണൻ കുന്നമംഗലം ഇന്ന് അടിപൊളി സ്റ്റാർ എംറാൾഡ് അച്ചീവറായിട്ട് നിൽക്കുന്നത്. ID തന്നില്ലെങ്കിലോ സുജി സാറ്?
ഇന്ന് നാരായണേട്ട എവിടെയെങ്കിലും സെക്യൂരിറ്റി പണി ചെയ്ത് ജീവിച്ചാണ് അല്ലെ? അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യണം, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. അതിലൂടെയാണ് നമ്മുടെ പാസീവ് ഇൻകം കൂടുള്ളൂ. ജിന്ദാ രഹേ തോ ഭി പൈസ, മർനെ കെ ബാദ് മേ ഭി പൈസ. ജീവിച്ചാലും മരിച്ചാലും പൈസ. പാസീവ് ഇൻകം ഇഷ്ടം പോലെ പൈസ. പൈസയുടെ ഒരു പൈപ്പ് ലൈൻ വീട്ടിലേക്ക് സെറ്റ് ചെയ്യലാണ് ടീം ബിൽഡിംഗ്. അതുകൊണ്ട് ഒരാളെ പോലും വിട്ട് കളയരുത്. അവര് പണക്കാരല്ലേ, ഒരു പാവപ്പെട്ടവരല്ലേ, പ്രീ ജഡ്ജ് ചെയ്യരുത്. ആരാണ് RCM ഏറ്റെടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. കർഷകൻ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് ഇത് മുളയ്ക്കുന്നു വിചാരിച്ചിട്ടല്ല വിത്ത് വിതയ്ക്കുന്നത്, അങ്ങോട്ട് വിതയ്ക്കുകയാണ് അല്ലെ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുക്കുക. അതിനുശേഷം അവരെ നമ്മുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക, എഴുതി കാണിക്കുക. അവർക്ക് ഞാൻ പറഞ്ഞു തന്ന ലിസ്റ്റ് നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അന്ന് എനിക്കൊരു ഐഡിയ ഇതാന്ന് പറയും അല്ലെ. വീട്ടുകാരെ വേണമെങ്കിൽ നിർബന്ധിച്ച് ജോയിൻ ചെയ്തു. ഞാൻ എൻ്റെ എല്ലാ പെങ്ങന്മാരും ഒക്കെ ഞാൻ നിർബന്ധിച്ച് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും അവർ പറയില്ല മാമൻ എനിക്കൊരു അവസരം തന്നില്ല എന്ന് എൻ്റെ പെങ്ങളുടെ പിള്ളേര് പറയില്ല. എല്ലാവരും താഴെ ലക്ഷങ്ങളുടെ പോലെയുണ്ട്. അടുത്തതാണ് റീറ്റെയിനിങ്. റീറ്റെയിനിങ് എന്താണ്? നാലാമത്തെ നെടുന്നൂടെ റീറ്റെയിനിങ്. നിലനിർത്താൻ പറ്റണം. നമുക്ക് ആളുകളെ നിലനിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ആളുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റണം. നമ്മുടെ പണ്ടത്തെ സ്വഭാവം ആളുകളുടെ അടുത്ത് കാണിക്കരുത്. നല്ല സ്നേഹത്തോടു കൂടി ആളുകളോട് പെരുമാറണം അല്ലെ. രാജൻ സാറ് പറയാറുണ്ട്, എന്താണ്? പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിനും മാധുര്യം വാക്കിലും ഉള്ളവന് പുരുഷോത്തമൻ പുരുഷോത്തമ എന്നൊക്കെ പറയാം നമുക്ക് അല്ലെ. പുരുഷോത്തമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ പുരുഷോത്തം അതായത് പ്രസാദം വദനത്തിങ്കൽ, ആളുകളുടെ കൂടെ നമ്മൾ ചിരിച്ച് സ്മൈൽ ചെയ്തൊക്കെ സംസാരിക്കണം. പ്രസന്നവദനായിട്ട് സംസാരിക്കണം. വാക്കില് മുള്ളു കുത്തരുത്. മോദി സാറ് പറയാറുണ്ട്, ആളുകൾ RCM വിട്ടല്ല പോകുന്നത്, ആളുകളെ വിട്ടാണ്. കാരണം തമ്മിലങ്ങ് ചേരണില്ല അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ആളുകളെ നമ്മുടെ കൂടെ നിലനിർത്താനായിട്ട് അതുകൊണ്ട് നല്ല വ്യക്തിത്വമായിട്ട് മാറാൻ പറയുന്നത് അല്ലെ. നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്യാത്ത ആളുകൾ എന്തുകൊണ്ടാ? ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ നോക്കാണ്, എന്റെ ടീമിൽ തുടക്കത്തിൽ എന്റെ കൂടെ ജോയിൻ ചെയ്ത ആളുകളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഒരു ആവേശം മാത്രമായിരുന്നു എനിക്ക്. ഒന്നും അറിയില്ലേ പറഞ്ഞു കൊടുക്കാൻ അല്ലെ നാരായണേട്ടാ? ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു ആവേശം മൂത്ത് നിങ്ങൾ RCM ജോയിൻ ചെയ്യ്, എന്റെ വെപ്രാളം കണ്ട് പരാക്രമം കണ്ട അവർ ജോയിൻ ചെയ്തു പേടിച്ചിട്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വെപ്രാളം പരാക്രമമായിരിക്കും. കാരണം കാര്യം പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. ഈ ശല്യം ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് തുടക്കത്തിൽ ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക, ശരിയല്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് പക്വത വന്നില്ലേ. ഇപ്പൊ എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ആയി കിടക്കുന്ന ആളുകളുടെ അടുത്ത് പോകണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ എന്നാലും ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് പറയരുത്. അന്ന് ഇങ്ങനെ പറയണം അവരോട്, ചേച്ചി ചേട്ടാ അന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു, ഒന്ന് താഴാം. നമുക്കൊന്ന് പൊങ്ങണമെങ്കിൽ നമ്മൾ താഴണം, ശരിയല്ലേ? അന്ന് സത്യത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. അന്നത്തെ മാതിരി അല്ല കേട്ടോ. ഇന്ന് ദേ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ടെർമിനേറ്റ് ആയി കിടക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയണം. ഉണ്ടോ? പിന്നെ ഞാൻ തുടക്കത്തിൽ കാണിച്ച ചാർട്ട് കാണിക്കണം അവരെ. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെയൊക്കെ ഉണ്ടോ? അവര് പിന്നെ ഇതിലേക്ക് വരും. പിന്നെ അവരോട് പറയാ, മുന്നൊക്കെ ഡോക്യുമെന്റ് കമ്പനിക്ക് അയച്ചു കൊടുക്കണമായിരുന്നു, ഇപ്പൊ അതൊന്നും വേണ്ട ചേട്ടാ. ഇതേ മൊബൈലിൽ നിങ്ങൾ 1000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ ID ആക്റ്റീവായി. അത്ര ഈസി ഉള്ളൂ. അവർ ചെയ്യും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണലായിട്ട് മീറ്റ് ചെയ്ത് കോള് ചെയ്ത് അവരെ ഇതിലേക്ക് പതുക്കെ കൊണ്ടുവരണം. ഇതൊക്കെ നിങ്ങളുടെ പർച്ചേസ് വോളിയം കൂട്ടുന്ന കാര്യങ്ങളാണ്. റീറ്റെയിനിങ് നിലനിർത്താൻ പറ്റണം. പിന്നെന്താ ചെയ്യേണ്ടത്? ടെർമിനേറ്റ് ID ആക്ടിവേറ്റ് ചെയ്യണം. ബ്രിങ് പീപ്പിൾ ടു വണ്ടർവേൾഡ് ക്വിക്ക് ഔട്ട്ലെറ്റ്. നമ്മൾ ചിലപ്പോൾ 2-3 വർഷം മുന്നേ അവരെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ച സമയത്ത് ഷോപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല, കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, കാണിച്ചു കൊടുക്ക ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നല്ല നല്ല ഷോപ്പുകൾ വന്നു. ആ ഷോപ്പുകളിലേക്ക് അവരെ കൊണ്ടുപോകണം. പല ആളുകൾക്ക് ഇന്നും RCMന്റെ ഉപ്പാണ് RCM. അതല്ല, ഈ ഷോപ്പിൽ വരുമ്പോഴാണ് അമ്പോ ഇത്ര വലുതാണ് RCM, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടോ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ, കാണിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും നയത്തിൽ നമ്മൾ അവരെ ഷോപ്പിൽ കൊണ്ടുപോകണം. എന്നാലാണ് അവരുടെ ഭാവി മാറി മറിയുള്ളൂ. അല്ലെങ്കിൽ RCMന്റെ ഷോപ്പുകൾ കൊണ്ടുപോകണം. അപ്പൊ അവര്
നിലനിൽക്കും. അവർക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല. ബ്രിങ് ദം ഇൻ സെമിനാർസ്. നമ്മൾ തന്നെ മീറ്റിങ്ങിന് പോവില്ല അല്ലെ? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അലർജിയാ പല ആളുകൾക്കും. പക്ഷേ ഒരുപാട് ആളുകൾ സാറേ പഠിക്കാനുള്ള ഒരു അവസരം എവിടെയുണ്ട് അവിടെ ഞാനുണ്ടാവും എന്ന് പറയുന്ന ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, വരുമാനത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, പഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇഫ് യു ലേൺ മോർ യു വിൽ ലേൺ മോർ. നമ്മുടെ സ്കിൽ എത്രത്തോളം കൂട്ടുന്നോ അവിടെ നമ്മുടെ വിശ്വാസം കൂടും, നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ എല്ലാ സംഭവത്തിലും ഗ്രോത്ത് ഉണ്ടാവും, വരും. ബിസിനസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എവിടേക്കാണോ സെമിനാർ ഉള്ളത്, മീറ്റിംഗ് ഉള്ളത്, ട്രെയിനിങ് ഉള്ളത്, അവിടെയൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് കാണിച്ചു. ചെന്നൈയിൽ നിന്ന് 5 പേര് വന്നു. കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ദൂരേന്ന് എന്റെ ടീമിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു. എത്ര കാശ് മുടക്കിയിട്ട് അവർ വന്നത്? പക്ഷെ അവർക്ക് മനസ്സിലായി ഇവിടുന്ന് പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചാലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വന്നവര് തമിഴ് മാത്രം അറിയുന്നവരാ, അവരാണ് മലയാളം ക്ലാസ് കേട്ടിട്ട് പോയത്. പക്ഷെ ആ ഒരു വൈബ് ഉണ്ടല്ല, ആ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ ഒരു വൈബ്. ഇന്ന് തമിഴ്നാട്ടിൽ അവർ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷെ മലയാളം ഒന്നും മനസ്സിലായിണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ, നമ്മുടെ ടീം അംഗങ്ങളെ മീറ്റിങ്ങുകളിലേക്ക്, സെമിനാറുകളിലേക്ക്, ട്രെയിനിങ്ങുകളിലേക്ക് കൊണ്ടുവരണം. അടുത്തത് എന്ത് ചെയ്യേണ്ടത്? ഷോ ദം കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. നമ്മുടെ ടീമിൽ വന്ന പുതിയ ആളായിക്കോട്ടെ, ടെർമിനേറ്റ് ആയ ആളായിക്കോട്ടെ, അല്ലെ, തുടക്കത്തിൽ കഷ്ടിമുഷ്ടി 2000 രൂപയുടെ ഉൽപ്പന്നം മേടിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കാണിച്ചു കൊടുക്കുമ്പോ അവരാകുമ്പോ 6 മാസം പർച്ചേസ് ചെയ്ത ഗുണമുണ്ടോ? ഞാൻ പറയുന്നു, ഇതാരൊക്കെയാണോ നിങ്ങൾ കാണിച്ചു കൊടുത്തത് അവരൊക്കെ 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ മേടിക്കുന്ന ആളുകളാണ്. ഇവിടെ ഉണ്ട് ഒത്തിരി പേര് 6 മാസത്തില് 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ മേടിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മളിത് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കാണിച്ചു കൊടുക്കണം, എഴുതി കാണിക്കണം, പറഞ്ഞാ പോരാ. കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെ ആളുകളുടെ തിരക്കുണ്ടാവും ഇഷ്ടം പോലെ, എഴുതി കാണിച്ചാൽ. നെക്സ്റ്റ് എന്താണ്? ടെൽ ദം അബൌട്ട് കമ്പനി ടാർഗറ്റ് ബെനിഫിറ്റ്. കമ്പനി നമുക്ക് ടാർഗറ്റുകൾ വരുന്നുണ്ട് അല്ലേ? എന്റെ ടീമിൽ ഒത്തിരി പേര് കമ്പനി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെന്തിനാ? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ ഗാമോറെസിനോള് 100 പീസ് ഗാമോറെസിനോൾ ചെയ്താൽ 4 സ്റ്റാർ ഫെസിലിറ്റി, താമസം. ഞാൻ പറയുന്ന ഒരു ഇന്ത്യ വിസിറ്റിംഗ് ആണ് സത്യത്തില്, വെറും ഒരു ഗാമോറെസിനോട് വിസിറ്റിംഗ് അല്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് നേരെ ഞങ്ങൾ ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ട് പഞ്ചാബിലേക്ക്, ദുരിയിലേക്ക്. അവിടെ ഞങ്ങൾ ഇറങ്ങും, നമ്മൾ ആ പ്രോഗ്രാം പങ്കെടുക്കും. ഗാമോറെസിനോളിന്റെ ഫാക്ടറി കാണും, റൈസ് ബനോൾ ഫാക്ടറി കാണും. 3500 കോടി രൂപയാണ് ഗാമോറെസിനോളിന് എന്റെ ഫാക്ടറിക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാണും നേരിട്ട്. എത്ര പേര് ഗാമോറെസിനോള് കഴിക്കുന്നവരുണ്ട്? ഡെയിലി 2-2 കൂടുതലും ഡെയിലി കഴിക്കുന്ന എത്ര പേരുണ്ട് ഗാമോറെസിനോള്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റോ? വെരി ഗുഡ്. ഒരുപാട് ആളുകളുണ്ട്. എന്താ കാരണം? 17ഓളം ഡിസീസസിന്, 17ഓളം അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധമാണ് നമ്മുടെ ഗാമോറെസിനോള്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാർഗറ്റ് ഏറ്റെടുത്ത് 100 ചെയ്താൽ മതി. ഒരു വീട്ടിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 4 ഗാമോറെസിനോൾ ഒരു മാസം വേണം. അപ്പൊ 3 മാസത്തേക്ക് 4 3 12, ടോട്ടൽ 100 പോരെ? 5 മാസം കൂടിയിട്ടാണ് 100. നിങ്ങളുടെ വോളി എത്ര കൂടും? 100 ഗാമോറെസിനോൾ ചെയ്താൽ 36,000 PV ആയി. ഒരാൾ സ്റ്റാർട്ടറിലേക്ക് വരാൻ അത് മതി. ഇത് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പല ലീഡേഴ്സും അറിയില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യും. കഴിവുള്ള ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ പഞ്ചാബ് പോവും, അതിനുശേഷം സാധിക്കുമെങ്കിൽ അവിടെ ഗോൾഡൻ ടെമ്പിൾ കാണും അമൃത്സറില്, അതിനുശേഷം ഡൽഹി കറങ്ങും, അതിനുശേഷം നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യും, നമ്മുടെ എന്താ പറയാ പുണ്യഭൂമി ബിൽവാര വിസിറ്റ് ചെയ്യും, അതിനുശേഷം തിരിച്ചു വരും വഴി താജ്മഹലും കണ്ട് ഞങ്ങൾ തിരിച്ചു വരും. ഇതാണ് പ്ലാനിങ്. എന്റെ ടീമിൽ നിന്ന് ഒത്തിരി ആളുകൾ ഗാമോറെസിനോളിന്റെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിവിടെ ഇരിക്കുന്ന നമ്മുടെ RCMന്റെ സൈനികരോട് പറയാനുള്ളത്, ഇനിയും സമയമുണ്ട്. ഇന്നും നാളെ ഗാമോറെസിനോൾ കിട്ടാനുണ്ടാവില്ല. നിങ്ങൾക്ക് ബുക്ക് ചെയ്തോളൂ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ. 100 ഗാമോറെസിനോള് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മീഷൻ കൂടും. അടുത്തതിന്റെ പിന്നത്തെ മാസം കമ്മീഷൻ വരും.
നിങ്ങൾ ടീമിലത്തെ ഹീറോ ആയിട്ട് മാറും. എന്താ കാരണം? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയണം. ആണോ? അല്ല, നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവണമെങ്കിൽ വ്യത്യസ്തമായ പണി ചെയ്യണം. അപ്പൊ നിങ്ങൾ 100 ഗാമറസിനോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിലത്തെ ഹീറോ നിങ്ങളായിട്ട് മാറും, ഒരു സംശയമില്ല. മറ്റുള്ളവര്, നിങ്ങളുടെ കൂടെ വന്ന ആളുകൾ നിങ്ങളെ റോൾ മോഡലായിട്ട് എടുക്കും. അവരും ഇത് ചെയ്യാൻ തയ്യാറാവും. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 100 ഗാമറസിനോട് ഇൻ യുവർ സെൽഫ് ഐ ഡി. ഇനിയും സമയമുണ്ട്, ഇന്നും നാളെയും സമയമുണ്ട്. 5 മാസം കൊണ്ട് നമുക്ക് അടുത്ത മാസം വേണമെങ്കിൽ ഇത് വിൽക്കാന്ന്. ഫെബ്രുവരി മാസത്തിലെ കമ്പനി കാണാൻ പോകുന്നത് അല്ലെ? ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ട്. എത്ര പേര് 100 ഗാമറസിനോട് 100ന് മേലെ ഗാമറസിനോട് സെൽഫ് ഐ ഡി ചെയ്തവരുണ്ട് ഈ കൂട്ടത്തില്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. 100ൽ മേലെ ഗാമറസിനോട് ചെയ്തവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര പേര് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? യെസ് സാർ, ഞാൻ ഇന്നും നാളെയായിട്ട് ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി 100 ഗാമറസിനോട് ചെയ്യണം. അങ്ങനെ എത്ര പേരുണ്ട്? യെസ്, ഐ വിൽ ഡു 100 ഗാമറസിനോട്. ഞാനും ചെയ്യും. ഞാനും എന്താ പറയാ, ബിൽവാര കാണും. ഞാനും കമ്പനി വിസിറ്റിങ്ങിന് പോകും. ഞാനും ഗാമറസിന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യും. ഞാനും എന്റെ ടീമിലെ ഹീറോ ആയിട്ട് മാറും. എന്റെ ടീമിന്റെ ഹീറോ ആയിട്ട് മാറും. എന്റെ ടീമിലെ ലീഡേഴ്സിന്റെ ഹീറോ ആയിട്ട് മാറും. വീരാംഗന സരീന്ദ്രമേറ 155 ഗാമറസിനോട് ചെയ്തു. ഗുഡ്. അപ്പൊ ഇനിയും സമയമുണ്ട്, അത് നമ്മൾ ചെയ്യുക. ഇത് നിങ്ങളുടെ പർച്ചേസ് വോളിയം കൂട്ടാനുള്ള ഒരു ഏറ്റവും വലിയൊരു മന്ത്രമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഷോ ദം ടീം ടാർഗറ്റ്സ് ഫോർ എക്സ്ട്രാ ബെനിഫിറ്റ്. ഒരുപക്ഷെ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് ടാർഗറ്റ് തന്നിട്ടുണ്ടാവും. ആ ടാർഗറ്റുകൾ നമ്മൾ ഏറ്റെടുക്കുക. എന്റെ ലീഡർ ഡോക്ടർ രാജൻ സാറ് ടീമിന് വേണ്ടി ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഈ മാസം 25,000 പർച്ചേസ് വോളിയം, ഒക്ടോബറിൽ, നവംബറിൽ, ഡിസംബറിൽ, ഈ 3 മാസം 25,000 പർച്ചേസ് വോളിയം സെൽഫ് ഐ ഡിയിൽ ചെയ്യുന്നവർക്ക്, ടോട്ടൽ 75,000 പി ചെയ്യുന്നവർക്ക് ജനുവരി മാസത്തിൽ ഞങ്ങൾ അടിപൊളി ഒരു ടൂർ പ്രോഗ്രാം. ഇപ്പൊ ഇത് ഞങ്ങൾ 2 ബസ് നിറച്ച് ടൂർ പോയിട്ട് വന്നുള്ളൂ. ഇനി ഞങ്ങൾ ജനുവരിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ടീമിലും ഒരുപക്ഷെ പല രീതിയിലുള്ള ടാർഗറ്റുകൾ നിങ്ങളുടെ ലീഡേഴ്സ് തന്നിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടാനും നിങ്ങളുടെ ടീമിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കൊണ്ടുവരാൻ. എല്ലാവരും ചെയ്യില്ലല്ലോ, ചെയ്യുന്നവരുടെ വാല്യൂ കൂടിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റണം. അപ്പൊ 25,000 പർച്ചേസ് വോളിയം ചെയ്യുക. അത് നമുക്ക് അടുത്ത മാസം പിന്നെ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റാണ് മന്ത് എൻഡിങ്. നമ്മൾ എന്ത് ചെയ്യണം? മന്ത് എൻഡിങ്ങിൽ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ടീമിൽ വന്ന ആളുകളെ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് കൊണ്ടുവരാം. ഇത് എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറയുന്നത്. ഇന്നും നാളെ നിങ്ങളുടെ ടീമിന്റെ വോളിയം ചെക്ക് ചെയ്യണം. ഒരു പക്ഷെ നിസ്സാര വോളിയത്തിനായിരിക്കും ഒരു ബിഗിനർ അച്ചീവ്മെന്റ് പോയി കിടക്കുന്നത്. അത് അവർക്കറിയില്ല, പുതിയ ആളുകൾക്ക് അറിയില്ല. നിങ്ങൾ നോക്കി കണ്ടെത്തി അവരോട് പറഞ്ഞു കൊടുക്കണം. അവരെത്ര വോളിയം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. കാരണം എന്താണ്? അവർക്ക് ഒരു മെഡൽ കിട്ടാനും 4 ആളുടെ മുന്നിൽ ഒരു അംഗീകാരം കിട്ടാനുള്ള ഒരു അവസരമാണ് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെസ്റ്റിലേക്ക് ഇറങ്ങി ചെന്ന് പർച്ചേസർ ഗ്രൂപ്പ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ടീം സ്ട്രക്ചർ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ടീമിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കേണ്ടത് ഓരോ ലീഡേഴ്സിന്റെയും ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ടീമിൽ കൺസിസ്റ്റൻസിലേക്ക് വരുന്ന ആളുകൾ അത് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അറിയില്ല, പുതിയ ആളുകൾക്ക്. ഇതാര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, രൂപാന്തര യാത്ര ഡൽഹിയിൽ ഡിസംബർ 20 നടക്കുമ്പോ നിങ്ങൾക്കും അവിടെ ഒരു ട്രോഫി അംഗീകാരം കിട്ടാനുള്ള അവസരമുണ്ട്. ഈ മാസം റോയൽറ്റി ആവുന്ന ആളുകൾ ഈ മാസം, അടുത്ത മാസം ഒക്ടോബർ ആൻഡ് നവംബർ, ഈ 2 മാസങ്ങളിൽ പുതിയ റോയൽറ്റി അച്ചീവർ ആവുന്ന ആളുകൾക്ക്, അത് ഏത് ലെവലായിക്കോട്ടെ, നിങ്ങൾക്ക് ഡൽഹിയിൽ ഡിസംബർ 20 ഒരു ട്രോഫി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റാർ അച്ചീവർ ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അംഗീകാരം കാത്തിരിക്കുന്നുണ്ട്. ഗ്രോത്ത് കൊണ്ടുവരുന്ന എല്ലാവർക്കും അംഗീകാരം ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് സ്റ്റാർ ആൻഡ് റോയൽറ്റി. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുക. ഇന്നും നാളെ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്. ഇന്ന് 12 മണി വരെ, നാളെ ഫുൾ ടൈം ഉണ്ട്. നമുക്കൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു PV കൊണ്ടുവരാൻ സാധിക്കണം. നിങ്ങളുടെ ടീമിൽ ഒരാളുടെ പോലും കമ്മീഷൻ നഷ്ടപ്പെടാതെ, നിങ്ങളുടെ ടീമിൽ ഒരാളുടെ പോലും അച്ചീവ്മെന്റ് പോവാതെ നോക്കേണ്ടത് ഓരോ ലീഡേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്.
ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇപ്പൊ 4 പോയിന്റ് ഞാൻ പറഞ്ഞു: റീപർച്ചേസിങ്, റീറ്റെയിലിംഗ്, റിക്രൂട്ട്മെന്റ് ആൻഡ് റീറ്റെയിലിംഗ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ടീം വെച്ചടി കയറും, ഒരു സംശയമില്ല. ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കോർ ലീഡേഴ്സ് സുജിത് സാർ ആൻഡ് മൂർത്തി സാർ. നല്ല കൈഡി ഇവർക്ക് വേണ്ടി കൊടുക്കുക. 100 പീസ് ചെയ്താൽ സിംഗിൾ എൻട്രി, 150 പീസ് ചെയ്താൽ ഡബിൾ എൻട്രി. ആർ യു റെഡി? നമുക്ക് പോകണ്ട, അടിച്ചു പൊളിച്ച്. ഇങ്ങനെ നല്ലൊരു നെറ്റ്വർക്ക്, ആളുകളുടെ ഒരു കൂട്ടായ്മ, ഡയമണ്ട് ക്ലബ്ബും സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബും സൂപ്പർ ഡയമണ്ട് ക്ലബ്ബും ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സഫൽ ഹോന ഹേത്തോ നെറ്റ്വർക്ക് ബനാന പടേക. വിജയിക്കണമെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കണം. അവിടെ ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് PV കൂട്ടണം, പർച്ചേസ് വോളിയം വരണം. അപ്പൊ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇതേപോലെ ഒരു 25 ലക്ഷം പ്രതിമാസം വരുമാനം കിട്ടുന്ന ഡയമണ്ട് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾറെഡി ഞാൻ എൻ്റെ ഡ്രീം എഴുതി കഴിഞ്ഞു, ഡയമണ്ട് എന്നാവുന്നുള്ളത്. ഇവിടെ ഇനി എത്ര പേര് നിങ്ങൾ എന്ന് ഡയമണ്ട് ആവുന്നുള്ള ഡ്രീം എഴുതിയിട്ടുണ്ട്, ഡേറ്റ് ഇട്ടിട്ടുണ്ട്? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഞാൻ ഡയമണ്ട് ആവുന്നത് ഇന്ന ദിവസമായിരിക്കും, അങ്ങനെ ഡേറ്റ് ഇട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പൊക്കാൻ പറ്റും? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാവും അങ്ങനെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അവിടെ വരെ നമ്മുടെ ചിന്ത എത്തിയിട്ടുണ്ടോന്ന് അറിയാനോ? വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. കൈ പൊക്കണണ്ടാ? വെരി ഗുഡ് നാരായണേട്ടൻ, സൂപ്പർ. ഇതെന്താ പറയാൻ കാരണം അറിയോ? ആളുകൾക്ക് സ്വപ്നം കാണാൻ പേടിയാന്ന്. ആളുകൾക്കേ സ്വപ്നം കാണാൻ പേടിയാ. ആവണ്ട കാര്യം പിന്നത്തെ കാര്യം, സ്വപ്നം കാണാൻ പോലും പേടിയാ. അവിടെയും ദാരിദ്ര്യമാണ് ആളുകൾക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് കേട്ടപ്പോ അതിലൊരു കഥ കേട്ടു. ഒരു ഭിക്ഷക്കാരൻ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുക. ഭിക്ഷക്കാരൻ ചപ്പാത്തി തിന്നാണ് കേട്ടാ. ശ്രദ്ധിച്ചു കേട്ടോ, എവിടെയൊക്കെ പറയാം നിങ്ങൾക്ക് ഈ കഥ. ഒരു ഭിക്ഷക്കാരൻ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇങ്ങനെ ചപ്പാത്തി പൊട്ടിച്ച് അതിൽ മുക്കി ആൾ തിന്നുകൊണ്ടിരിക്കുക. ആരാണ്? പിച്ചക്കാരൻ. അപ്പൊ ഒരാൾ അടുത്ത് നിന്ന് നോക്കാണ്, ഇദ്ദേഹം എന്തിൽ മുക്കി കഴിക്കണേ? ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പൊ ആൾ ഈ പിച്ചക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിൽ മുക്കിയിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്? ഈ പാത്രത്തിൽ എന്താ ഉള്ളത്? ആ പാത്രത്തിൽ ഒന്നും കാണാനില്ല. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ പിച്ചക്കാരനല്ലേ, ഉപ്പിൽ മുക്കിയ കഴിക്കണേന്ന് പറഞ്ഞു. അതിൽ ഉപ്പാന്ന് പറഞ്ഞു. അതിൽ ഉപ്പ് കാണാനില്ലല്ലോ, അതിൽ ഉപ്പുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി മുക്കി കഴിക്കാന്ന്. അപ്പൊ ആള് പറയും, നീ ദരിദ്രനാവേണ്ട, നീ പിച്ചക്കാരനാവേണ്ട, പിന്നെ എന്താവും? നീ ചിന്തയിലും പിച്ചക്കാരനാ. അപ്പൊ ആള് പറയാം, നീ എന്തായാലും അതിൽ ഉപ്പില്ല, ഉപ്പുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിക്കൻ കറിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് കഴിച്ചുകൂടാ? ഹലോ, എന്താ പറഞ്ഞത്? അതിൽ ചിക്കൻ കറിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് കഴിച്ചുകൂടാ? എന്തായാലും അതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്വപ്നം കാണാൻ പോലും പേടിയ, അതിലും ദാരിദ്ര്യ. അതുകൊണ്ട് എല്ലാവർക്കും ഡയമണ്ട് ആവുള്ള അവസരം RCMലുണ്ട്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. ഒരു 25 ലക്ഷം എല്ലാ മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സീൻ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഇതാണ് RCMന്റെ ലക്ഷ്യം. വെറും ഡയമണ്ട് അല്ല, ഒരുപാട് ആളുകൾ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഡയമണ്ട് ആവുന്നു. ഫുൾഫിൽ യുവർ ഡ്രീംസ്. വീട് എന്തൊക്കെയാണോ നമ്മൾക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് RCMലൂടെ കിട്ടും. RCM എല്ലാം തരും എന്ന് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ട് അത് സത്യം തന്നെയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും RCMലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ മാസം ഒരു തകർപ്പൻ സക്സസ് നിങ്ങളുടെ ടീമിൽ ഉണ്ടാവട്ടെ. ഒക്ടോബർ ആൻഡ് മീ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് ഞാൻ ഇവിടെ വിരാമിട്ടുകൊണ്ട് ബിനു സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് RCM.